നമുക്ക് ഒരു പ്രാർത്ഥനയോട് തുടങ്ങാം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഭൃഗുർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമാ മയസ്തഥാ നാരദോ നഗ്നജിച്ചൈവ വിശാലാക്ഷഃ പുരന്ദരഃ ബ്രഹ്മകുമാരോ നന്ദിശഃ ശൗനകോ ഗർഗ ഏവ ച വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശൈത വിഖ്യാത വസ്തുശാസ്ത്രോപദേശം. എല്ലാവർക്കും നമസ്കാരം. ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാലയുടെ ഈ പഠനശാല നടത്തുന്ന ഈ വാസ്തുശാസ്ത്രത്തിൻ്റെ ഡിപ്ലോമ കോഴ്സിൽ പങ്കെടുക്കുന്നതിന് താല്പര്യപ്പെട്ടെത്തിയിട്ടുള്ള എല്ലാവരെയും ഈ കോഴ്സ് എടുക്കുന്ന അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ ഹൃദയംഗമമായി സ്വാഗതം ചെയ്യുന്നു. മുമ്പ് നമ്മളൊരു ഈ ബേസിക്കിൻ്റെ അല്ലെങ്കിൽ ഈ ഡിപ്ലോമ കോഴ്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മുമ്പ് ഒരു ദിവസം നടത്തിയിരുന്നു. പക്ഷെ കുറച്ച് മുമ്പാണ് അത് അന്ന് വേണ്ടത്ര ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് വീണ്ടും ഇങ്ങോട്ട് ഈ ക്ലാസ് തുടങ്ങുന്ന കുറച്ച് മാറ്റി വെച്ച് ഇന്ന് തുടങ്ങാനായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ശരിക്കുള്ള സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് നമ്മൾ അടുത്ത ക്ലാസ് മുതലേ തുടങ്ങുള്ളൂ. ഇനിയും ചിലപ്പോൾ പലരും ജോയിൻ ചെയ്യാൻ കാണുന്നതാണ് അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിലായിരിക്കും ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ് വേണം നമ്മൾ ആസ് പെർ സിലബസ് നമ്മൾ ക്ലാസ് തുടങ്ങും. ഇന്ന് സിലബസ് കഴിയുന്നത് ഇന്ന് തരാൻ നോക്കും. ഇന്ന് സിലബസ് ഇന്ന് തരാൻ ശ്രമിക്കും. ഇന്ന് നമ്മൾ ഈ ഡിപ്ലോമ കോഴ്സിൽ എന്തൊക്കെയാണ് പഠിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം കാണും. അപ്പോൾ അതിൻ്റെ സിലബസ് നമ്മൾ ഈ ഡിപ്ലോമ കോഴ്സ് സിലബസ് ഇന്ന് തരും. അതുപോലെ തന്നെ നമുക്കറിയാം ഈ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമാണ്. കാരണം നമ്മളെല്ലാം താമസിക്കുന്നത് വീടുകളിലാണ്. അത് സ്വന്തം വീടാകാം, അല്ലെങ്കിൽ വാടകയ്ക്ക് ഉള്ള വീടാകാം. പക്ഷെ നമ്മൾ വീടുകളിലാണ് താമസം. അപ്പം ഇങ്ങനെ നമ്മളൊക്കെ താമസിക്കുന്ന വീടുകളും ആ വീടുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം, പുരയിടം അല്ലെങ്കിൽ ചുറ്റുമുള്ള ആ ഒരു ഏരിയ അല്ലെങ്കിൽ സ്ഥലം, വീടിന് ചുറ്റുമുള്ള സറൗണ്ടിങ്സ്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. അത് ഇതിനെപ്പറ്റി ശാസ്ത്രീയമായി പ്രതിപാദിക്കുന്ന വിഷയമാണ് വാസ്തുശാസ്ത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ വീടുകളുമായി ബന്ധപ്പെട്ട ശാസ്ത്രമായതുകൊണ്ട് ദൈനംദിന ജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ശാസ്ത്രമാണ് ഈ വാസ്തുശാസ്ത്രം. ഇവിടെ നമുക്ക് ഈ ഞാൻ കഴിഞ്ഞ ഇൻട്രൊഡക്ഷനൊക്കെ ഒന്ന് സൂചിപ്പിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ചിലർക്കൊക്കെ നേരത്തെ ഞാൻ പറയാൻ പോകുന്ന ചില കാര്യങ്ങളൊക്കെ കേട്ടതായിരിക്കും. എന്നാലും ഇന്നത്തെ ക്ലാസ്സിൽ പുതുതായിട്ട് പലരും എത്തിയിട്ടുള്ളതുകൊണ്ട് അവരുടെ കൂടെ അറിവിനായിട്ട് ചില കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്തെന്ന് വരാം. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, അതായത് മറ്റ് വിഷയങ്ങൾ. ഇപ്പോൾ നമ്മൾ നിങ്ങളൊക്കെ സ്കൂളിലും കോളേജിലും ഒക്കെ പല വിഷയങ്ങൾ പഠിച്ചതാണ്. ഇപ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി, ഇംഗ്ലീഷ് സബ്ജക്ട്സുകൾ, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി മുതലായ സയൻസ് സബ്ജക്റ്റ്, ഇങ്ങനെ പല വിഷയങ്ങൾ പഠിച്ചതാണ്. പക്ഷെ അങ്ങനെയുള്ള വിഷയങ്ങളും ഈ ഭാരതീയ പൗരാണിക ശാസ്ത്രങ്ങൾ, വാസ്തുശാസ്ത്രം, ജ്യോതിഷം തുടങ്ങിയ പൗരാണിക ശാസ്ത്രങ്ങളൊക്കെ ആയിട്ട് ഒരു വ്യത്യാസം, അത് തമ്മിൽ പ്രത്യേകിച്ചും അത് പഠിക്കുന്ന കാര്യത്തിലൊരു വ്യത്യാസം എന്ന് പറയുന്നത്, പഠിക്കുന്നതായാലും പഠിച്ചു കഴിഞ്ഞത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നിടത്തായാലും ഒക്കെ മറ്റ് സബ്ജക്റ്റുകളുമായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഈ ഭാരതീയ പൗരാണിക ശാസ്ത്രങ്ങളിൽ അത് നമുക്ക് ശരിക്കും മനസ്സിലാക്കുകയും ഈ മനസ്സിലാക്കിയത് നമുക്ക് നമ്മളുടെ സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ മറ്റുള്ള വീടുകളിലോ ഒക്കെ ഇത് പ്രയോഗിക്കുക അല്ലെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുക, അതൊക്കെ വിജയകരമായിട്ട് നമുക്ക് മനസ്സിലാക്കുകയും അപ്ലൈ ചെയ്യുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ
ഒരു ഹയർ സോഴ്സുമായൊരു ബന്ധം വളരെ ആവശ്യമാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ഒരു ഹയർ സോഴ്സുമായിട്ട് നമ്മൾ ലിങ്ക് ഉണ്ട്, നമുക്കൊരു ഒരു ഒരു ബന്ധം, ഒരു കണക്ഷനുണ്ട്. എല്ലാവർക്കും ഈ കണക്ഷനുണ്ട്. ഏതൊരാളായാലും മനുഷ്യൻ, ഈച്ച് ആൻഡ് എവരി വൺ, ഓരോ വ്യക്തിക്കും ഈ കണക്ഷനുണ്ട്. പക്ഷെ നമ്മളിൽ പലരും ഈ കണക്ഷനെ പറ്റി ബോധവാന്മാരല്ല, നമ്മൾ അവെയർ അല്ല അതിനെപ്പറ്റി. നമ്മൾ ഈ ഒരു കണക്ഷൻ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്തെന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും അതിനെപ്പറ്റി മനസ്സിലാക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാറില്ല. പക്ഷെ നമുക്ക് ഈ ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ, പൗരാണിക ശാസ്ത്ര സംബന്ധിയായ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് ആ കണക്ഷനെ പറ്റി ഒരു ബോധം ഉണ്ടാകണം, ഒരു അവെയർനെസ് ഉണ്ടാകണം. കണക്ഷനുണ്ട്, പക്ഷെ ആ കണക്ഷനെ പറ്റി നമ്മൾ കുറച്ചുകൂടി ബോധവാന്മാരാകണം, അല്ലെങ്കിൽ കുറച്ചുകൂടി അവെയർനെസ് ഉണ്ടാകണം. അപ്പൊ അതാണ് പ്രധാനമായിട്ട് നമ്മൾ. കാരണം നിങ്ങൾ ഈ കോഴ്സൊക്കെ പഠിക്കുമ്പോൾ ഇപ്പൊ ഈ ഡിപ്ലോമ കോഴ്സ് പഠിക്കുന്നു, അത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് പഠിക്കുന്നു, ഇതെല്ലാം മനസ്സിലാക്കി 100% നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും അതുപോലെ തന്നെ പരീക്ഷയ്ക്കും ഒക്കെ 100-ൽ 100 മാർക്ക് വാങ്ങിച്ചുകൊണ്ടിരിക്കട്ടെ. എന്നാൽ തന്നെയും ഇങ്ങനെയുള്ള ഈ വിഷയങ്ങൾ, ഈ പൗരാണിക ശാസ്ത്ര വിഷയങ്ങളൊക്കെ നമുക്ക് അതിലൊരു പൂർണ്ണത കൈവരണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹയർ സോഴ്സുമായിട്ടുള്ള ലിങ്ക് ഏറ്റവും ആവശ്യമാണ്. കാരണം നമുക്ക് ഈ പഠിക്കുന്നത് ഈ ബേസിക് ഡിപ്ലോമ കോഴ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സും ഒക്കെ പഠിച്ചാലും അതിനേക്കാൾ കൂടുതൽ നമുക്ക് പഠിക്കാൻ ഹയർ സോഴ്സിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. അത് നമുക്ക് ഡയറക്ഷൻസ് തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ആ ലിങ്കിനെ പറ്റി അല്ലെങ്കിൽ ആ കണക്ഷനെ പറ്റി ബോധമുണ്ടെങ്കിൽ ഈ നിർദ്ദേശങ്ങൾ, ഹയർ സോഴ്സിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും അതനുസരിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിലും ഒക്കെ നമുക്കത് അപ്ലൈ ചെയ്ത് ആ കാര്യങ്ങൾ നല്ല വിജയകരമായിട്ടുള്ള ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു ഫലം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഇത് ഞാൻ നിങ്ങളുടെ ഒരു പറയുകയാണ്. കാരണം ഇത് വളരെ പ്രധാനമാണ്, ഈ ഹയർ സോഴ്സുമായിട്ടുള്ള ലിങ്ക് വേണം എന്നുള്ളത്. ആ ഒരു ലിങ്കിനെ പറ്റി ബോധവാന്മാരാകുക. ലിങ്കുണ്ട്, അതിനെപ്പറ്റി ബോധവാന്മാരാകുക. അതുപോലെ നമുക്ക് ഇനി ഞാൻ കൂടുതലായിട്ട് പറയുന്നതിന് മുമ്പ് ഇതിനെ കുറച്ച് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ പറയാം. ഞാനൊരു ഇതെടുത്തോട്ടെ, ഒരു പിന്നെ പ്രസന്റ് ചെയ്യാം. ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാലയാണ് ഈ ക്ലാസ് ഓർഗനൈസ് ചെയ്യുന്നത്. അതിൻ്റെ ഫാക്കൽറ്റി മെമ്പർ അല്ലെങ്കിൽ അധ്യാപകൻ ഈ 2 ഡിപ്ലോമ കോഴ്സിൻ്റെയും അതുപോലെ തന്നെ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സും പഠിപ്പിക്കുന്ന അധ്യാപകൻ ഞാനാണ്. എൻ്റെ പേര് കേശവദാസ്. അതുപോലെ എൻ്റെ വീട് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് പടിഞ്ഞാറേക്കോട്ടയ്ക്ക് തൊട്ടടുത്ത് പെരുന്താന്നി, അവിടെയാണ് എൻ്റെ വീട്. ഇത് 2024 തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പോഴത്തെ ഈ ഡിപ്ലോമ കോഴ്സ് തുടങ്ങുന്നത് 24 ഉള്ളൂ. പക്ഷെ 24 നമുക്കറിയാം 24 തീരാറായി. ഒരു അരമാസം 10-15 ദിവസം കൂടെ കഴിയുമ്പോൾ ഇത് കഴിയും. അതുകൊണ്ട് ശരിക്കും നിങ്ങൾ 25-ലാണ് കോഴ്സ്, നിങ്ങളുടെ കോഴ്സ് എന്ന് പറഞ്ഞാൽ 25-ആണ്. പക്ഷേ ഇപ്പോൾ തുടങ്ങുന്ന 24 ആയതുകൊണ്ട് ഞാൻ 24 കാണിച്ചേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമുക്ക് ഒരു ആത്മാവിന് നിലനിൽപ്പ് വേണമെങ്കിൽ ശരീരം വേണം. അപ്പൊ ആത്മാവിന്റെ നിലനിൽപ്പിന് ശരീരം ആവശ്യമാണെന്ന് പറയുന്ന പോലെ ശരീരത്തിന്റെ നിലനിൽപ്പിന് ഒരു വാസസ്ഥലം ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു വീട്, അല്ലെങ്കിൽ ഒരു വസിക്കാനുള്ള ഒരു സ്ഥലം ആവശ്യമാണ്. അങ്ങനെയുള്ള ശരീരത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ വാസസ്ഥലവുമായി ബന്ധപ്പെട്ട ശാസ്ത്രമാണ് നമ്മളിവിടെ കൈകാര്യം ചെയ്യാൻ പോകുന്ന വാസ്തുശാസ്ത്രം. 4 ദിക്കുകൾ, വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, ഈ 4 ദിക്കുകളിൽ നിന്നും നമുക്ക് എനർജി അല്ലെങ്കിൽ ഊർജം പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഈ 4 ദിക്കുകളിൽ നിന്നും പ്രസരിക്കുന്ന പ്രപഞ്ചശക്തി, ആ ഊർജം, ആ പ്രപഞ്ചശക്തി എന്ന് പറഞ്ഞാൽ ആ ഊർജം ഒരു എനർജി ഫ്ലോ ആണ്. ആ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തി അല്ലെങ്കിൽ ഒരു എനർജി ഉണ്ട്. ആ എനർജി ഈ ദിശകളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൂടുതൽ ബന്ധം ദിശകളുമായിട്ടുണ്ട്. ദിശകൾ മാത്രമല്ല,
കോണുകളുമായിട്ടുണ്ട്. നമുക്കറിയാം ഈ വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് 4 ദിശകൾ കൂടാതെ വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്, ഈ 4 മൂലകളുണ്ട്. ഈ മൂലകളും ഈ ദിക്കുകളും എല്ലാം അവിടെ എല്ലാം ഈ പ്രപഞ്ച ശക്തി, അവരുടെ എനർജി അവിടെ എല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ എനർജിയെ പറ്റിയാണ് നമ്മൾ ഈ വാസ്തുശാസ്ത്രത്തിൽ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിന് ഈ മാക്രോ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബൃഹത്തായ ഒന്നിനെയാണ് പിന്നെ മാക്രോ എന്ന് പറയുന്നത്. വളരെ ചെറുതാണെങ്കിൽ മൈക്രോ എന്ന് പറയും. അപ്പം പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു മാക്രോ കോസ്മിക് എനർജി ഉണ്ട്. ആ ഒരു ഊർജം നമ്മളുടെ എല്ലായിടത്തും പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഊർജമാണ് മാക്രോ കോസ്മിക് എനർജി. ആ പ്രപഞ്ച ശക്തിയെ നമ്മളുടെ ഓരോരുത്തരിലുമുള്ള, പ്രത്യേകിച്ച് നമ്മുടെ മനുഷ്യശക്തിയും അല്ലെങ്കിൽ നമ്മുടെ വീടുകളുടെ ശക്തി, ഇതെല്ലാം മൈക്രോ കോസ്മിക് എനർജിയാണ്. അത് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പം നമ്മളിൽ ഓരോരുത്തരുമുള്ള ആ ഒരു ശക്തി, ആ ഒരു കോസ്മിക് എനർജി അതിൻ്റെ വളരെ ചെറിയൊരു അംശം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ മൈക്രോ കോസ്മിക് എനർജി എന്ന് പറയും. അപ്പോൾ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന 4 ദിശകളിൽ കൂടിയും പ്രസരിച്ചുകൊണ്ടിരിക്കുന്ന ആ മാക്രോ കോസ്മിക് എനർജി എങ്ങനെ നമ്മളുടെ ആ ഒരു ചെറിയ മൈക്രോ കോസ്മിക് എനർജിയുമായി ശരിക്ക് പിന്നെ സമന്വയിപ്പിക്കുക, ഒരു ശരിയായ രീതിയിൽ സമന്വയിപ്പിക്കണം. അതായത് ഗുണകരമായ രീതിയിൽ ഇപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും ശരീരത്തിലുള്ള ആ മൈക്രോ കോസ്മിക് എനർജി ആയാലും, നമ്മുടെ വീടിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ വീട്, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സമയം ജോലിയൊക്കെ ആണെങ്കിൽ ജോലി ചെയ്യുന്ന കെട്ടിടങ്ങൾ, അവിടെയൊക്കെയുള്ള ആ മൈക്രോ കോസ്മിക് എനർജിയും പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മാക്രോ കോസ്മിക് എനർജിയുമായിട്ട് ഒരു സമന്വയം അല്ലെങ്കിൽ തമ്മിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിന്നെ ഒരു ചേർച്ച ഉണ്ടാകണം, ഒരു ഹാർമണി ഉണ്ടാകണം. ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് എന്ന് പറയും. ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് നമുക്കും നമ്മുടെ എനർജിക്കും, നമ്മുടെ വീട്ടിൻ്റെ അല്ലെങ്കിൽ നമ്മൾ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൻ്റെ എനർജിക്കും, അതിൻ്റെ ചുറ്റുപാടുമുള്ള വസ്തുവിൻ്റെ എനർജിക്കും, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന എനർജിയുമായിട്ടും ഒക്കെ നല്ലൊരു സമന്വയം ഉണ്ടായിരിക്കണം. ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് എന്ന് പറയും. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. അതിനെന്തെങ്കിലും ബ്രേക്ക് വന്നാൽ, ആ ഹാർമോണിയസ് റിലേഷൻഷിപ്പിന് എന്തെങ്കിലും ബ്രേക്ക് വന്നാൽ അത് പ്രപഞ്ചത്തെ അല്ല ബാധിക്കുന്നത്. കാരണം വലിയ പ്രപഞ്ചത്തിന്റെ ശക്തിക്ക് ഈ നമ്മുടെ ഒരു വീട്ടിലൊരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ അത് പ്രപഞ്ച ശക്തിയെ ബാധിക്കില്ല. പക്ഷെ നമ്മൾക്കുള്ള ആ മൈക്രോ കോസ്മിക് എനർജി അത് അഫക്റ്റ് ചെയ്തിട്ട് നമ്മളിൽ പല വിധത്തിലുള്ള ദോഷഫലങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ആ ദോഷഫലങ്ങൾ നമുക്ക് ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മളുടെ ഓരോരുത്തരിലുമുള്ള മൈക്രോ കോസ്മിക് എനർജി, നമ്മുടെ വീടുകളിലുള്ള ആ എനർജി, നമ്മുടെ വീടിന് ചുറ്റുമുള്ള ആ പരിസ്ഥിതി, അതായത് നമ്മുടെ ചുറ്റുപാട് എൻവയോൺമെന്റ്, അവിടെയുള്ള പ്രകൃതിയിലുള്ള എനർജി, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന എനർജിയുമായിട്ടെല്ലാം ഒരു നല്ല ഹാർമോണിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ബന്ധം ഉണ്ടാകണം. ആ ബന്ധം ഉണ്ടാകാൻ നമ്മളെ സഹായിക്കുന്ന ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. അപ്പൊ നമുക്ക് നമ്മുടെ പിതാവ് അങ്ങ് വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ ഭാരതത്തിലെ പിന്നെ ഋഷിവര്യന്മാരെ നമുക്ക് ഉപദേശിച്ചു തന്നിട്ടുള്ള ശാസ്ത്രമാണ്. അപ്പോൾ ഇത് ഈ പ്രപഞ്ചശക്തിയുമായിട്ട് സമന്വയിപ്പിച്ച് നമുക്കതെങ്ങനെ പ്രയോജനപ്പെടുത്താം, ഈ റിലേഷൻഷിപ്പ് ശരിയായ വിധത്തിൽ കൊണ്ടുവന്ന് അത് നമുക്ക് ഗുണകരമായിട്ട് എങ്ങനെ മാറ്റാം, അത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. എന്ന് വാസ്തുശാസ്ത്രം കാണിച്ചിരുന്നു. ഇതെല്ലാം ഈ ശക്തികളെ സമന്വയിപ്പിച്ച് അത് നമുക്ക് മനുഷ്യർക്ക് അല്ലെങ്കിൽ നമുക്ക് ഗുണകരമായിട്ട് എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് വാസ്തുശാസ്ത്രം നമുക്ക് കാണിച്ചു തരും. നമുക്കറിയാം, ശരീരം രോഗമുക്തമായിരിക്കണം. ഒരു രോഗിയായിട്ടുള്ള ആൾക്ക് പല വിധത്തിലുള്ള വിഷമങ്ങൾ കാണും, വേദനകൾ കാണും, പ്രയാസങ്ങളൊക്കെ കാണും. അപ്പൊ നമുക്ക് ശരീരത്തിന് ആരോഗ്യം വേണം. നമുക്ക് ദൈനംദിന കൃത്യങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കാനും ഏത് കാര്യത്തിനായാലും ശരി നമുക്ക് ആരോഗ്യം ഉണ്ടായിരിക്കണം. രോഗമുക്തമായിരിക്കണം നമ്മുടെ ശരീരം. അപ്പൊ ശരീരം രോഗമുക്തമായിരിക്കണം എന്ന പോലെ തന്നെ വാസഗൃഹം വാസ്തുദോഷം മുക്തമായിരിക്കണം. നമ്മൾ താമസിക്കുന്ന വീടില് വാസ്തുദോഷം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ശരീരത്തിൽ രോഗമുണ്ടാകുന്നു എന്നതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ വാസ്തുദോഷം ഉണ്ടാകുക. നമ്മുടെ വീടിന് അല്ലെങ്കിൽ ആ വീടിരിക്കുന്ന സ്ഥലത്തിന് പുരയിടത്തിലൊക്കെ എന്തെങ്കിലും വാസ്തുദോഷം ഉണ്ടെങ്കിൽ ആ വാസ്തുദോഷം നമുക്ക് പ്രയാസം, ഒരു രോഗിയായിട്ടുള്ള ഒരാൾക്ക് ആ രോഗം എങ്ങനെ പ്രയാസം ഉണ്ടാക്കുന്നുവോ അതുപോലെ തന്നെ നമ്മുടെ വാസഗൃഹം, നമ്മുടെ വീട്, നമ്മൾ വീടിരിക്കുന്ന സ്ഥലം, അവിടെയൊക്കെയുള്ള വാസ്തുദോഷങ്ങളും നമുക്ക് പ്രയാസങ്ങൾ അല്ലെങ്കിൽ പ്രയാസകരമായ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കിത്തരും. അപ്പൊ ഇത് നമുക്ക് വീട് വാസ്തുദോഷ മുക്തമായിരിക്കുന്നത് നമുക്ക് ഗുണകരമായ
അതായത് ശരീരം, ആരോഗ്യമുള്ള ശരീരമുള്ള ഒരാൾക്ക് നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ വാസ്തുദോഷമുക്തമായ ഒരു വാസഗൃഹം, ഒരു വീടാണെങ്കിൽ അവിടെ അങ്ങനെയുള്ള വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ നമുക്കത് എല്ലാവിധത്തിലുള്ള, അത് ആരോഗ്യപരമായിട്ടായാലും അതല്ല സാമ്പത്തികമായിട്ടായാലും അതിലെ റിലേഷൻഷിപ്പ്, നമ്മൾ വീട്ടിലുള്ളവർ തമ്മിലും അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് സമൂഹത്തിലുള്ള മറ്റാളുകൾക്കുമായിട്ടൊക്കെയുള്ള നമ്മുടെ ബന്ധം അതൊക്കെ മെച്ചപ്പെടാൻ ഈ വാസ്തുശാസ്ത്രം നമ്മളെ സഹായിക്കും. ഇപ്പം ദോഷമുക്തമായിട്ടുള്ള ഒരു വാസഗൃഹം നമുക്ക് നിർമ്മിക്കണം. അതായത് ദോഷമുക്തം ഞാൻ ഉദ്ദേശിച്ച വാസ്തുദോഷമുക്തം. വാസ്തുദോഷം ഇല്ലാത്ത ഒരു ഒന്ന് ഓഫ് ചെയ്യണേ, അവിടെ മ്യൂട്ട് ചെയ്യുക, കുട്ടികളുടെ ശബ്ദമൊക്കെ കേൾക്കുന്നു, മ്യൂട്ട് ചെയ്യുക. അപ്പം ഒരു വാസ്തുദോഷമുക്തമായിട്ടുള്ള ഒരു വീട്, ഒരു വാസഗൃഹം നിർമ്മിക്കാനും, അങ്ങനെ നിർമ്മിക്കുന്ന വാസഗൃഹത്തിൽ ചിലപ്പോൾ നമ്മൾ അറിയാതെ, ചിലപ്പോൾ നമ്മൾ എത്രമാത്രം പ്ലാനൊക്കെ കറക്റ്റായിട്ട് വരച്ച് വാസ്തു ദോഷമൊന്നും ഇല്ലാത്ത വിധത്തിൽ പ്ലാനുകളും എല്ലാം വരച്ച് സ്ഥലമെല്ലാം നോക്കി അതെല്ലാം ശരിയാക്കി ഒരു വീട് നമ്മൾ അല്ലെങ്കിൽ ഒരു കെട്ടിടം നമ്മൾ നിർമ്മിക്കുകയാണെങ്കിലും നമ്മൾ അറിയാതെ ചിലപ്പോൾ ചില വാസ്തുദോഷങ്ങളോടെ വന്നു പോയെന്ന് വരാം. അത് ചെയ്യുന്നവരുടെ ശ്രദ്ധക്കുറവുണ്ടോ, അല്ലെങ്കിൽ അവരുടെ താല്പര്യം, ചിലപ്പോൾ ഈ ചെയ്യുന്ന ആളുകൾക്ക് ഈ വാസ്തുശാസ്ത്രം എന്നൊക്കെ പറയുന്ന ഇതിനോട് വലിയ താല്പര്യം ഇല്ലാത്ത, അല്ലെങ്കിൽ ഇതിനെ ഒരു എന്തെങ്കിലും ഇതിനോട് യാതൊരു പ്രതിപത്തി ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ചിലപ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് ഈ വാസ്തുപരമായിട്ടാണ് നമ്മൾ ഡ്രോയിങ് എല്ലാം പ്രിപ്പയർ ചെയ്തെങ്കിലും കാരണം ഡ്രോയിങ്ങില് കറക്റ്റായാൽ പോരാ, ഡ്രോയിങ് വാസ്തുദോഷമുക്തമായ പോരാ, അത് നമ്മൾ നിർമ്മിക്കുമ്പോഴാണ് നിർമ്മിതിയിലും അതുണ്ടായിരിക്കണം ആ വാസ്തുദോഷം. അപ്പം അങ്ങനെ വാസ്തുദോഷമുക്തമായിട്ടൊരു വാസഗൃഹം നിർമ്മിക്കുമ്പം അറിയാതെ എന്തെങ്കിലും വാസ്തുദോഷം അതിനകത്ത് വന്നുപോയാൽ അതിനെങ്ങനെ പരിഹരിക്കണം, അത് നമുക്ക് വാസ്തുശാസ്ത്രം ഉപദേശിച്ചു തരുന്നുണ്ട്. അതാണ് ദോഷമുക്തമായ വാസഗൃഹം നിർമ്മിക്കാനും, അങ്ങനെ നിർമ്മിക്കുമ്പോൾ ഏതെങ്കിലും വാസ്തുദോഷം നമ്മൾ അറിയാതെ അവിടെ കടന്നുകൂടിയാൽ അത് ചിലപ്പോൾ ഈ നിർമ്മിതിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെയോ അല്ലെങ്കിൽ അവരെ സൂപ്പർവൈസറുടെയൊക്കെ അവരുടെ അശ്രദ്ധ കൊണ്ടാകാം, ശ്രദ്ധിക്കാതെ ഉള്ള എന്തെങ്കിലും ആകാം, അല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മ കൊണ്ടാകാം, അതല്ലെങ്കിൽ അവർക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാകാം, വാസ്തുവിലൊന്നും വലിയ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പം നമ്മൾ അറിയാതെ വാസ്തുദോഷം കടന്നുകൂടിയെന്ന് വരാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വാസ്തുദോഷം നമ്മൾ അറിയാതെ കടന്നുകൂടിയാൽ അത് മനസ്സിലാക്കാനും ആ ദോഷത്തെ ഇല്ലാതാക്കാനും അല്ലെങ്കിൽ അതിന് പ്രതിവിധികൾ ചെയ്യാനും നമുക്ക് വാസ്തുശാസ്ത്രം നമ്മളെ ഉപദേശിക്കുന്നുണ്ട്. അപ്പം ദോഷമുക്തമായ വാസഗൃഹം നിർമ്മിക്കാനും, അങ്ങനെ നിർമ്മിക്കുമ്പോൾ ഏതെങ്കിലും വാസ്തുദോഷം നമ്മൾ അറിയാതെ കടന്നുകൂടിയാൽ അത് പരിഹരിക്കാനുമുള്ള മാർഗങ്ങൾ വാസ്തുശാസ്ത്രം നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് വിധത്തിലുള്ള ഗുണങ്ങൾ വാസ്തുശാസ്ത്രം നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഇപ്പൊ നമ്മുടെ ഭാരതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വാസ്തുശാസ്ത്രത്തിന് അനുകൂലമായ ഒരു ഭൂപ്രകൃതി അല്ല ഭാരതത്തിൻ്റെത്. കാരണം നിങ്ങളിപ്പോൾ പഠിക്കുമ്പോൾ മനസ്സിലാകും, ഈ ചരിവ്, ഭൂമിയുടെ നിമ്നോന്നതി എന്ന് പറയുന്നത്, നിമ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ച, ഉന്നതി എന്ന് പറഞ്ഞാൽ ഉയർച്ച. അപ്പം ഭൂമിയുടെ താഴ്ച ഉയർച്ച, അത് ഭൂമിയുടെ ലെവൽ ഏതെങ്കിലും ഒരു ഭാഗം താഴ്ന്നു കിടക്കുന്നു, വേറൊരു ഭാഗം പൊങ്ങിക്കിടക്കുന്നു. അപ്പൊ ഏത് ഭാഗം താഴ്ന്നു ഏത് ഭാഗം പൊങ്ങിയെന്നനുസരിച്ച് ഗുണമോ ദോഷമോ ഉണ്ടാകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ സാധാരണ നിങ്ങളത് കൂടുതലായിട്ട് ഈ ക്ലാസ്സിലോട്ട് വരുമ്പോൾ പഠിക്കും. അതിൽ ഒരു ചെറിയ ഉദാഹരണം പറയുന്നത്, ഇപ്പം നമുക്കറിയാം, ഇപ്പം വടക്ക് വശം താഴ്ന്നും തെക്ക് വശം പൊങ്ങിയുള്ള സ്ഥലം നല്ലതാണ്. ഒരു സ്ഥലത്തിന്റെ തെക്ക് വടക്ക് ദിശ നമ്മൾ നോക്കുകയാണെങ്കിൽ തെക്ക് വശം പൊങ്ങിയിരിക്കുന്നതും വടക്ക് വശം താഴ്ന്നിരിക്കുന്നതും നല്ലതാണ്. നേരെ തിരിച്ച് തെക്ക് വശം താണും വടക്ക് വശം പൊങ്ങിയും ചെയ്ത ദോഷമാണ്. വടക്ക് വശം പൊങ്ങിയിരിക്കുന്നു, ഒരു ഭൂമിയുടെ അല്ലെങ്കിൽ വീടിന്റെ ഏതിന്റെ ആയാലും വടക്ക് വശം പൊങ്ങിയിരിക്കുന്നു, തെക്ക് വശം താഴ്ന്നിരിക്കുന്നു, തെക്ക് ദിശ താഴ്ന്നിരിക്കുന്നു, അത് നല്ലതല്ല. ഭാരതത്തെ ചിന്തിച്ചു നോക്കുക, നമ്മുടെ വടക്ക് ദിശയിലാണ് ഹിമാലയ പർവ്വതം. ഭാരതത്തിന്റെ വടക്ക് ദിശയിൽ വളരെ വളരെ ഭാരവും പൊക്കവുമുള്ള, ലോകത്തിലെ പർവ്വതങ്ങൾ അങ്ങേയറ്റത്തെ പൊക്കമുള്ള ഹിമാലയ പർവ്വതങ്ങളുടെ തലയുയർത്തി നിൽക്കുകയാണ് വടക്ക് വശം. അപ്പോൾ വടക്ക് വശത്ത് വളരെ ഭാരം കൂടുതലും അതുപോലെ ഉയരക്കൂടുതലുമാണ്. തെക്ക് വശം നോക്കുക, അറേബ്യൻ സീ, കടലും ഒക്കെയാണ്. അപ്പോൾ അതായത് സമുദ്രമാണ്, വലിയ കുഴിയാണ്. അപ്പൊ വാസ്തുശാസ്ത്രം നേരെ വിപരീതമായിട്ടുള്ള ഒരു ഭൂപ്രകൃതിയാണ് നമ്മുടെ ഭാരതത്തിനുള്ളത്. ഇനി ഭാരതത്തിൽ മറ്റുള്ള സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിന്റെ സ്ഥിതി നോക്കുക. കിഴക്കും പടിഞ്ഞാറും കമ്പയർ ചെയ്യുമ്പം കിഴക്ക് വശം താന്നും പടിഞ്ഞാറ് വശം പൊങ്ങിയിരിക്കുന്നത് നല്ലതാണ്. നമ്മുടെ കിഴക്ക് ദിശ താന്നും പടിഞ്ഞാറ് ദിശ പൊങ്ങിയിരിക്കുന്നത് നല്ലതാണ്. നേരെ തിരിച്ച് പടിഞ്ഞാറ് വശം താന്നും കിഴക്ക് വശം പൊങ്ങിയിരിക്കുന്ന ദോഷമാണ്. നമ്മുടെ കേരളത്തിൽ നോക്കുക, കിഴക്ക് വശമാണ് സഹ്യപർവ്വതം. ആ സഹ്യപർവ്വതത്തിന്റെ കിഴക്ക് വശത്ത് ഭാരവും പൊക്കവും കൂടുകയാണ്. അറബിക്കടലാണ് പടിഞ്ഞാറ് വശം.
അവിടെ താന്നിരിക്കുകയാണ്. അപ്പം ഭാരതം മൊത്തമായിട്ട് നോക്കുകയാണെങ്കിലും ഹിമാലയ പർവ്വതവും സമുദ്രവും നോക്കുന്നു. അതിൽ തന്നെ കേരളം നോക്കുകയാണെങ്കിൽ വീണ്ടും ഒരു പർവ്വതം. അപ്പൊ കുറെ കൂടെ കൂടുതൽ വാസ്തുദോഷം നമ്മളുടെ ഭൂപ്രകൃതി നമുക്ക് തരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഭൂപ്രകൃതി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ വാസ്തുശാസ്ത്രത്തിന് അനുകൂലമായ ഒരു ഭൂപ്രകൃതി അല്ല ഭാരതത്തിലും പ്രത്യേകിച്ചും കേരളത്തിനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭാരതത്തിലോ അല്ലെങ്കിൽ കേരളത്തിലൊക്കെ നമ്മൾ വീട് വെക്കുമ്പം വളരെ കർശനമായിട്ട് വാസ്തുശാസ്ത്ര വിധികൾ അനുസരിച്ചില്ലെങ്കിൽ പല വിധത്തിലുള്ള ദോഷഫലങ്ങൾ നമുക്കുണ്ടാകും. അത് നമ്മൾ പലരും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും നമുക്ക് ഈ വാസ്തുശാസ്ത്ര ഈ എല്ലാ ദോഷങ്ങളും വാസ്തുശാസ്ത്രം മൂലമാണ് നമ്മൾ ഒരിക്കലും പറയില്ല. പല പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ദോഷഫലങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഒരു കാരണം നമ്മുടെ ഭാരതത്തിന്റെയും നമ്മുടെ കേരളത്തിന്റെയും ഭൂപ്രകൃതി കൊണ്ട് തന്നെ നമുക്ക് വാസ്തുദോഷങ്ങളുടെ ഫലങ്ങൾ, ദോഷകരമായ ഫലങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെയും ഓവർകം ചെയ്യുക, അല്ലെങ്കിൽ അതിനെയും അതിലും മെച്ചം എന്നൊക്കെ ചില പറയില്ല. അപ്പൊ അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലുള്ള വാസ്തുശാസ്ത്ര നിബന്ധനകൾ അനുസരിച്ച് നമ്മുടെ വീടുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഒരു നല്ല, അതായത് ഒരു ഫലപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ ഐശ്വര്യകരമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഏത് വിധത്തിലായാലും, സാമ്പത്തികമായിട്ടായാലും ആരോഗ്യപരമായിട്ടായാലും റിലേഷൻഷിപ്പ് കുടുംബ ബന്ധത്തിലൊക്കെ ആയാലും നമുക്ക് മനസമാധാനത്തോടു കൂടിയുള്ള ഒരു ജീവിതം നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ വാസ്തുശാസ്ത്രം മറ്റുള്ള സംസ്ഥാനങ്ങളും മറ്റുള്ള രാജ്യങ്ങളെക്കാളും ഉപരിയായി നമ്മൾ ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. കാരണം നമ്മുടെ ഭൂപ്രകൃതി വാസ്തുശാസ്ത്ര വിധികൾക്ക് എതിരായിട്ടുള്ളതാണ്. വാസ്തുശാസ്ത്രത്തിന് അനുകൂലമായൊരു ഭൂപ്രകൃതി അല്ല ഭാരതത്തിനുള്ളത്. വടക്ക് കിഴക്കും വടക്ക് കിഴക്കൊക്കെ ഏറ്റവും താന്നിരിക്കേണ്ട ഭാഗങ്ങളാണ്. 8 ദിശകൾ, 4 ദിശകളും 4 കോണുകളും വരുമ്പം വടക്ക് കിഴക്ക് ഏറ്റവും താന്നിരിക്കണം എന്നാണ്. വടക്ക് കിഴക്കിനേക്കാൾ താഴ്ന്ന മറ്റൊരു ഭാഗം പാടില്ല എന്നാണ്. നമുക്കിവിടെ വടക്ക് കിഴക്കാണ് പൊങ്ങിയിരിക്കുന്നത്. ഹിമാലയ പർവ്വതമൊക്കെ വടക്ക് കിഴക്ക് ഭാഗത്തോട്ട് വരുന്നു. അപ്പോൾ വടക്ക് കിഴക്കും ഉന്നതങ്ങളായ പർവ്വതനിരകളും അതുപോലെ തെക്ക് പടിഞ്ഞാറും സമുദ്രത്തിന്റെ സാന്നിധ്യം വാസ്തുവിധികൾക്ക് അനുകൂലമല്ല. അപ്പോൾ ഇത് നമുക്കുള്ള ഒരു മേജർ, നമ്മുടെ ഭാരതത്തിലുള്ളവർക്കും പ്രത്യേകിച്ചും അതിനകത്ത് കേരളത്തിലുള്ളവർക്കും ഇത് തികച്ചും പ്രതികൂലമായ ഒരു ഭൂപ്രകൃതിയാണ്. വാസ്തുശാസ്ത്ര വിധി അനുസരിച്ച് പ്രതികൂലമായ ഭൂപ്രകൃതിയാണ് നമുക്കുള്ളത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് വാസ്തുവിധികൾക്ക് അനുകൂലമായിട്ടുള്ള രാജ്യങ്ങളെക്കാൾ വാസ്തുശാസ്ത്ര വിധികൾക്ക് ഭാരതത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. ഭാരതത്തിൽ കൂടുതൽ കൊടുക്കണം, പ്രത്യേകിച്ചും ഭാരതത്തിനകത്ത് കേരളത്തിൽ കൂടുതൽ കൊടുക്കണം. കാരണം നമുക്ക് കുറെ കൂടെ കൂടുതലാണ് നമുക്കുള്ള വാസ്തു വിധികൾ, നമുക്ക് ഭൂപ്രകൃതി വാസ്തുവിധിക്ക് അനുസരിച്ചില്ലാത്തുള്ള ഭാരതത്തിൽ ആകമാനം ഉള്ളതിനേക്കാൾ കൂടുതൽ കേരളത്തിലുണ്ട്. കാരണം കിഴക്കുവശം പൊങ്ങിയും പടിഞ്ഞാറ് ശത്താവുന്നതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഭാരതത്തിലും പ്രത്യേകിച്ച് കേരളത്തിലും വാസ്തുശാസ്ത്ര വിധികൾക്ക് വളരെയധികം പ്രാധാന്യം നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്ക് ജീവിതത്തിലെ ഒരു ശരിയായിട്ടുള്ള ഒരു എല്ലാ വിധത്തിലുമുള്ള ഐശ്വര്യങ്ങളും എല്ലാ വിധത്തിലുള്ള സമൃദ്ധിയും നമുക്കുണ്ടാവുള്ളൂ. ഇതുപോലെ വാസ്തുശാസ്ത്രം മനുഷ്യന്റെ വാസഗൃഹ സംബന്ധികളായ തത്വങ്ങളെ പ്രതിപാദിക്കുന്ന ശാസ്ത്രമാണ്. അതായത് വാസഗൃഹവുമായി സംബന്ധിച്ചുള്ള തത്വങ്ങൾ, തിയറീസ്. വാസ്തുശാസ്ത്രം നമ്മുടെ വീടുകളുമായിട്ട് വലിയ വാസഗൃഹങ്ങളുമായിട്ട് സംബന്ധിച്ചുള്ള പല തിയറീസിനെയും പല നിയമങ്ങളും പ്രതിപാദിക്കുന്ന ഒരു ശാസ്ത്രമാണ്. അത് മനുഷ്യരിലും പ്രകൃതിയിലും അന്തർലീനമായ, നമ്മളുടെയൊക്കെ അന്തർലീനമായ ശക്തിയുണ്ട്. നമുക്കെല്ലാം അന്തർലീനമായിട്ട് നമ്മുടെ ഈ ഒരു ഇന്നർ നോളജ്, ഒരു ഇന്നർ സ്ട്രെങ്ത് ഉണ്ട്, ഇന്നർ എനർജി ഉണ്ട്. അതാണ് അന്തർലീനമായ ശക്തികൾ. അത് മനുഷ്യരിലുമുണ്ട്, വീടുകൾക്കുണ്ട്, പ്രകൃതിക്കുണ്ട്, പ്രപഞ്ചനും മുഴുവനും ഉണ്ട്. എല്ലായിടത്തും അന്തർലീനമായൊരു ശക്തിയുണ്ട്. അപ്പോൾ മനുഷ്യനിലും പ്രകൃതിയിലും അന്തർലീനമായ ശക്തികളുടെ പ്രവർത്തനങ്ങളെയും പ്രതിപ്രവർത്തനങ്ങളെയും, ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. ആക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രവർത്തനം, റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ആക്ഷനും അതിനുള്ള റിയാക്ഷൻ ഉണ്ടാക്കും. അപ്പൊ അങ്ങനെ നമുക്കുണ്ടാകുന്ന പ്രവർത്തനങ്ങളും അതുപോലെ നമുക്കുണ്ടാകുന്ന പ്രതിപ്രവർത്തനങ്ങളെയും ഇതെല്ലാം വിശദീകരിക്കുന്ന ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. ഇനി ശരീരം എന്ന് പറഞ്ഞാൽ പ്രാണേന്ദ്രിയ ആത്മ മനസ്സുകളുടെ ആലയമാണ്. പ്രാണൻ, ഇന്ദ്രിയങ്ങൾ, ആത്മാവ്, മനസ്സ്, ഇതൊക്കെ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ഈ പ്രാണൻ, ഇന്ദ്രിയം, ആത്മാവ്, മനസ്സ്, ഇതിന്റെയൊക്കെ ഒരു ആലയമാണ് ശരീരം. അതുപോലെ ഈ വാസഗൃഹം എന്ന് പറഞ്ഞാൽ ആ ശരീരത്തിന്റെ ആലയമാണ്. ശരീരത്തിനെ സംരക്ഷിക്കുന്നത് വാസഗൃഹമാണ്. നമ്മളെ ഓരോരുത്തരിലുമുള്ള പ്രാണനെയും ഇന്ദ്രിയങ്ങളെയും ആത്മാവിനെയും മനസ്സിനെയും നമ്മുടെ ശരീരം സംരക്ഷിക്കുന്നത് പോലെ ശരീരത്തിനെ
സംരക്ഷിക്കുന്ന ഒരു ആലയമാണ് നമ്മുടെ വാസഗ്രഹം അല്ലെങ്കിൽ വീട്. അപ്പൊ ആ വാസഗ്രഹം പ്രത്യക്ഷമായി പെട്ടെന്ന് നമുക്ക് തോന്നുന്നു നമ്മുടെ ശരീരത്തിന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ശരീരത്തിനെ അല്ലെങ്കിൽ ശരീരത്തിന്റെ ആരോഗ്യം അല്ലെങ്കിൽ ശരീരത്തിന്റെ ഗുണങ്ങളെ അത് നിർത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ശരീരം നമ്മുടെ പ്രാണൻ, ഇന്ദ്രിയൻ, ആത്മാ, മനസ്സ് ഇതിനെയൊക്കെ ശരിയായി നിലനിർത്തും. അപ്പൊ ഇതിനെല്ലാം നിവർത്തിക്കൊണ്ട് പോകേണ്ടത് അല്ലെങ്കിൽ ഇതിനെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് ഒരു നല്ല വാസഗ്രഹമാണ് അല്ലെങ്കിൽ വാസ്തുശാസ്ത്രത്തിന്റെ നിബന്ധനകളാണ്. അപ്പൊ അതുപോലെ വാസഗ്രഹം പ്രസ്തുത ശരീരത്തിന്റെ ആലയമാണ്. വാസഗ്രഹം പ്രത്യക്ഷമായി ശരീരത്തെയും പരോക്ഷമായി ആത്മേന്ദ്രിയ മനസ്സുകളെയും സംരക്ഷിക്കുന്നു. അതുപോലെ നമുക്കറിയാം, നമുക്ക് വലിയ മഞ്ഞ്, കൊച്ചി മലയൊട്ടിക്കുന്ന വലിയ മഞ്ഞ്, കോരിച്ചൊരിയുന്ന മഴ, ചുട്ടുപൊള്ളുന്ന മണലാരണ്യങ്ങൾ, അത് വലിയ കാശ്, ആഞ്ഞു വീശുന്ന വലിയ കൊടുങ്കാറ്റ്, ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരു വീട് നമുക്ക് സംരക്ഷണം നൽകുന്നുണ്ട്. അപ്പൊ മനുഷ്യന്റെ ഏറ്റവും അനിവാര്യ ആവശ്യങ്ങൾ വിശ്രമവും നിദ്രയും ഇതെല്ലാം ഒരു വീട്ടിലാണ് നമുക്ക് കിട്ടുന്നത്. വിശ്രമം ചെയ്യുന്നതും നിദ്രയും ഒക്കെ നമുക്ക് സുഖമായി ഉറങ്ങുന്നതൊക്കെ നമ്മുടെ വീടുകളിലാണ്. അപ്പൊ ശരീരത്തിനെ ആരോഗ്യപൂർണമായി നിലനിർത്താൻ വൈദ്യശാസ്ത്രം സഹായിക്കുന്നു. ശരീരത്തിന് നമുക്ക് ആരോഗ്യകരമായിട്ട് വൈദ്യശാസ്ത്രം, ഡോക്ടർമാരും ഒക്കെ നമുക്ക് പരിശോധിച്ച് അപ്പൊ ശരീരത്തിന് ആരോഗ്യം പ്രദാനം ചെയ്യാൻ വൈദ്യശാസ്ത്രം നമ്മളെ സഹായിക്കുന്നത് പോലെ സന്തോഷപൂർണമായ ജീവിതം പ്രദാനം ചെയ്യുന്ന വാസസ്ഥലം നിർമ്മിക്കാൻ വാസ്തുശാസ്ത്രം നമ്മളെ സഹായിക്കുന്നു. അപ്പൊ ആ വാസ്തുശാസ്ത്രത്തിന്റെ ആ പ്രാധാന്യം അതിൽ നമ്മൾ മനസ്സിലാക്കണം. ജീവിതത്തിന്റെ 3/4 ഭാഗവും മനുഷ്യൻ വീട്ടിലാണ് കഴിച്ചു കൂട്ടുന്നത്. നമ്മൾ പൂർണ്ണമായ ഓഫീസിലൊക്കെ പോകലും രാത്രിയിലൊക്കെ ഒരു മെജോറിറ്റി നമ്മൾ വീട്ടിൽ കഴിച്ചു കൂട്ടുന്നു. പ്രസ്തുത വീടുകളിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും സാമ്പത്തിക അഭിവൃദ്ധിയും വാസ്തുശാസ്ത്രം ഉറപ്പുവരുത്തുന്നു. വാസ്തുശാസ്ത്ര പ്രകാരം നമ്മൾ നിബന്ധനകൾ അനുസരിച്ചൊക്കെ വീട് കെട്ടുകയാണെങ്കിൽ നമുക്ക് 100%. അത് സാധാരണ പലർക്കും അറിയാം. ഇപ്പം ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ 90% റിസൾട്ട് ഉണ്ടെങ്കിലും അത് ഓക്കെ ആണെന്ന് പറയാം. 10%. പക്ഷെ ശരിയായ വിധത്തിൽ വാസ്തു നിയമങ്ങൾ അനുസരിച്ച്, വാസ്തു നിബന്ധനകൾ അനുസരിച്ച് നമ്മൾ വീട് വയ്ക്കുകയാണെങ്കിൽ അത് 100%ആണ് അവിടെ ഗുണകരമായ അവസ്ഥ ഉണ്ടാകുന്നുള്ളത്. ബാക്കിയുള്ള വേറെ വാസ്തുശാസ്ത്രപരമായി അല്ലാതുള്ള വേറെ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതുമൊക്കെ നമുക്ക് ഗുണകരമായി മാറ്റിയെടുക്കാൻ വാസ്തുശാസ്ത്രത്തിന് കഴിവുണ്ട്. അപ്പോൾ പ്രസ്തുത വീടുകളിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും സാമ്പത്തികമായ അഭിവൃദ്ധിയും വാസ്തുശാസ്ത്രം ഉറപ്പുവരുത്തുന്നു. പിന്നെ നമുക്ക് ഒരു കൺസൾട്ടന്റും ഒരു ആർക്കിടെക്റ്റ്, നമ്മുടെ വീടുകളൊക്കെ സാധാരണ ആർക്കിടെക്ട്സ് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ്, സിവിൽ എഞ്ചിനീയേഴ്സ് ഒക്കെ ഡിസൈൻ ചെയ്ത് നമുക്ക് വീടുകൾ വെക്കാറുണ്ട്. അപ്പൊ ഈ ഇത് തമ്മിലൊരു വ്യത്യാസം നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത്. ഇപ്പൊ ഒരു ആർക്കിടെക്റ്റ് ആണെങ്കിൽ പ്രധാനമായിട്ടും 3 കാര്യമാണ് ശ്രദ്ധിക്കുന്നത്. ഒരു വീട് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കെട്ടിടം അവർ നിർമ്മിക്കുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഒന്ന്, ഉറപ്പുണ്ടായിരിക്കണം. അല്ലെങ്കിൽ മഴയോ കാറ്റോ ഒന്നും പൊളിഞ്ഞ് വീഴാനൊന്നും പാടില്ല. അപ്പം നല്ല ഉറച്ച അതിന്റെ ഫൗണ്ടേഷനും ബേസ്മെന്റ് എല്ലാ ഭാഗങ്ങളും നല്ല ഉറപ്പോടുകൂടി സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. നിർമ്മിതിക്ക് ഉറപ്പുണ്ടായിരിക്കണം. അത് ആർക്കിടെക്ട്സ് ശ്രദ്ധിക്കാറുണ്ട്. രണ്ടാമത്, അതിന് സൗകര്യം ഉണ്ടായിരിക്കണം. ആ ഒരു നിർമ്മിതി വയ്ക്കുകയാണെങ്കിൽ ഒരു വീട് വയ്ക്കുന്നു, വീടിന്റെ അടുക്കള ഒരു മൂലയിലും നേരെ എതിരെയുള്ള മൂലയിൽ നമ്മൾ ഡൈനിങ് റൂമിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഊണുമുറി, ആഹാരം കഴിക്കുന്ന മുറി ഒരു മൂലയിലും അതിന്റെ നേരെ എതിരെ മൂലയിലും നമ്മൾ അടുക്കളയെ കൊണ്ടുവച്ചാൽ അടുക്കളയിൽ നിന്ന് സാധനങ്ങൾ എടുത്തിട്ട് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ വരണം. അപ്പൊ അതൊരു അസൗകര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള സൗകര്യങ്ങളും ആർക്കിടെക്ട്സ് നോക്കുന്നുണ്ട്. അവർ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് സൗകര്യങ്ങളിൽ. അപ്പം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിന്റെ ഉറപ്പ്, അതുപോലെ സൗകര്യം, 3 ഭംഗി കണ്ടു കഴിഞ്ഞാൽ നല്ല മനോഹരമായ വീട്, നന്നായിരിക്കുന്ന വീട് എന്ന് പറയാനുള്ള ആ ഭംഗിയിലും ആർക്കിടെക്ട്സ് വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ ആണ് പ്രധാനമായും ശ്രദ്ധിക്കാനായിട്ട് ഒരു ആർക്കിടെക്ട് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറുടെ നോക്കുന്നത്. അതായത് 1, അതിന്റെ ഉറപ്പുണ്ടായിരിക്കണം. 2, അതിന് സൗകര്യം ഉണ്ടായിരിക്കണം. 3, അതിന് ഭംഗി ഉണ്ടായിരിക്കണം, രൂപഭംഗി ഉണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങളും ഒരു ആർക്കിടെക്ട് ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ അവിടെ ഒരു വീട് വെച്ചാൽ ആ വീട്ടിൽ താമസിക്കുന്നവരുടെ ആരോഗ്യം അത് ആർക്കിടെക്ടിന് അതിനകത്തൊന്നും ചെയ്യാൻ സാധിക്കില്ല, ഒരു എഞ്ചിനീയർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ഒരു വാസ്തു കൺസൾട്ടന്റിന് അവർ ശരിയായ വിധത്തിൽ വാസ്തുശാസ്ത്ര നിബന്ധനകൾ അനുസരിച്ചാണ് വീട് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ആരോഗ്യം ഉറപ്പുവരുത്താൻ ഒരു വാസ്തു കൺസൾട്ടന്റ് സാധിക്കും. ആരോഗ്യം മാത്രമല്ല, അവരുടെ സാമ്പത്തിക സ്ഥിതി, വരവ് ചെലവ്, ഇതെല്ലാം ഉറപ്പുവരുത്തുവാനായിട്ട് വാസ്തുശാസ്ത്രത്തിൽ നിബന്ധനയുണ്ട്. അപ്പം അതുപോലെ റിലേഷൻഷിപ്പ്, ഭർത്താവ് തമ്മിലുള്ള ബന്ധമായാലും, മക്കളുമായിട്ടുള്ള ബന്ധമായാലും, അയൽക്കാരുമായിട്ടുള്ള സമൂഹത്തിലുള്ള ബന്ധമായാലും ഇതൊക്കെ മെച്ചപ്പെടുത്താൻ ഉള്ള വിധികൾ വാസ്തുശാസ്ത്രത്തിലുണ്ട്. അപ്പം ഒരു ആർക്കിടെക്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ഉപരിയായിട്ട് ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു കെട്ടിടവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ ആരോഗ്യം,
അവരുടെ സാമ്പത്തിക സ്ഥിതി, അവരുടെ ഐശ്വര്യം, അവരുടെ ബന്ധങ്ങൾ, ഇതെല്ലാം ഉറപ്പുവരുത്തുവാൻ ഒരു ശരിയായ വിധത്തിൽ ആണ് ചെയ്ത്. വാസ്തു കൺസൾട്ടൻസ് തന്നെ വാസ്തു കൺസൾട്ടൻസ് എന്ന് പറഞ്ഞു നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ശരിക്കും ഇത് മനസ്സിലാക്കിയവരുണ്ട്, മനസ്സിലാക്കാത്തവരുമുണ്ട്. അപ്പൊ ഞാൻ ഇത് ശരിക്കും മനസ്സിലാക്കി ആ നിബന്ധനകൾ അനുസരിച്ച് ചെയ്യുന്നവർക്ക്, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ യാതൊരു സംശയമില്ല അവിടെ താമസിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള ഈ സാമ്പത്തികമായും അതുപോലെ തന്നെ ആരോഗ്യപരമായും അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലും ഐശ്വര്യത്തിലും ഒക്കെ അഭിവൃദ്ധി ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതാണ് ഒരു വാസ്തു കൺസൾട്ടന്റും ആർക്കിടെക്റ്റുമായിട്ടുള്ള ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി പലരും പറയാറുണ്ട് ഇത് ശാസ്ത്രമൊന്നുമല്ല, ഇത് പിന്നെ ചിലർ പറയുന്നത് ഇത് ഒരു വിശ്വാസം മാത്രമാണ്. അവർ വേറെ ചിലർ പറയുന്നുണ്ട് ഇത് വിശ്വാസം എന്ന് പറയുമല്ല, ഇതൊരു അശാസ്ത്രീയമാണെന്നും അല്ലെങ്കിൽ ഇത് ശാസ്ത്രത്തിന് നിരക്കാത്തതാണെന്നും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. എന്തോ പറഞ്ഞോട്ടെ, ആരെന്ത് പറഞ്ഞാലും നമുക്ക് പറയുന്ന കാര്യമില്ല. പക്ഷെ എന്നാൽ തന്നെയും നമ്മൾ സ്വയം ചിന്തിക്കണം. നമുക്കിത് ശാസ്ത്രമാണോ അല്ലെങ്കിൽ അശാസ്ത്രമാണോ അല്ലെങ്കിൽ വിശ്വാസം മാത്രമാണോ, ഇത് നമുക്കൊരു ഇത് വേണം. ഞാനിപ്പോൾ ഞാൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. എഞ്ചിനീയറിംഗ് പാസ്സായിട്ടാണ് ഞാൻ വാസ്തുശാസ്ത്രം മനസ്സിലാക്കി. ഞാൻ എൻ്റെ പഠിത്തം തുടങ്ങിയത് ഞാൻ ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം, അവിടുത്തെ പഠിത്തം കഴിഞ്ഞതിന് ശേഷം പിന്നെയും വേറെ വാസ്തു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഞാൻ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ സമയം കിട്ടുകയാണെങ്കിൽ ഇപ്പം തന്നെ തരാം, അല്ലെങ്കിൽ അടുത്ത ദിവസത്തെ തരാം. പക്ഷെ നമ്മൾ നോക്കേണ്ടത്, നമുക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായത്തിൽ വാസ്തുശാസ്ത്രത്തിനെ ഒരു ശാസ്ത്രം അല്ലെങ്കിൽ ഒരു സയൻസ് എന്ന് പറഞ്ഞാൽ പോരാ. ഇറ്റ് ഇസ് എ സൂപ്പർ സയൻസ്. ഒരു സൂപ്പർ സയൻസ് ആണ്. കാരണം ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് എന്നുള്ള നിലയിൽ എനിക്ക് എൻ്റെ ലോജിക്ക്, ഞാൻ ആദ്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഈ തുടക്കം ഞാൻ പഠിച്ചു കൊടുക്കുന്നത് ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലം. അപ്പോൾ ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിൽ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പം അവിടുത്തെ അധ്യാപകൻ പല കാര്യങ്ങളും പറയുന്നു, വാസ്തുശാസ്ത്രമായിട്ട് പല കാര്യങ്ങളും പറയും. അപ്പോഴൊക്കെ അതായത് ഒരാളുടെ ഒരു വരവും ചെലവും, ഒരു വീടിന്റെ ചുറ്റളവ്, ഒരു വീടിന്റെ അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിന്റെ ചുറ്റളവ് കുറച്ച് കൂട്ടുകയോ അല്ലെങ്കിൽ കുറച്ച് കുറയ്ക്കുകയോ ചെയ്താൽ അത് ചിലപ്പോൾ വരവിനെ ഗുണകരമായിട്ടോ ദോഷകരമായിട്ടോ ബാധിച്ചെന്ന് വരാം. അത് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ ലോജിക്കിന് ഇതുകൊണ്ട് മനസ്സിലാവില്ല. കാരണം ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഒരു വീടിന്റെ ചുറ്റളവ് കുറച്ച് കൂട്ടുകയോ അല്ലെങ്കിൽ കുറച്ച് കുറയ്ക്കുകയോ ചെയ്താൽ അതെങ്ങനെ നമ്മുടെ വരവിനെ ബാധിക്കും, അല്ലെ അതെങ്ങനെ നമ്മുടെ ചെലവിനെ ബാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തെ, നമ്മുടെ ഇതൊക്കെ എങ്ങനെ ബാധിക്കും? അത് ആ ഒരു എഞ്ചിനീയറിംഗ് ലോജിക്ക് വെച്ച് എനിക്കത് ശരിക്കും അങ്ങോട്ട് എല്ലാം പഠിച്ചു, ഒരു നല്ല മാർക്കും വാങ്ങിച്ചു, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇത് പൂർണ്ണമായിട്ടും ഇത് ഉൾക്കൊള്ളാൻ എനിക്ക് സാധിച്ചില്ല. ഈവൻ പഠിത്തം കഴിഞ്ഞിട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും വേറെ പല കോഴ്സുകളും ഞാൻ പഠിച്ചു ഇതുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ എന്നാൽ ആ ഒരു പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളത് ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്തു തുടങ്ങിയപ്പോഴാണ്. പ്രാക്ടിക്കലായിട്ട് ചെയ്തു തുടങ്ങിയപ്പോൾ ചില വീടുകളുടെ ചുറ്റളവെല്ലാം പരിശോധിച്ചു. അവിടുത്തെ പിന്നെ ഇപ്പം ഉദാഹരണത്തിന് ചില ചുറ്റളവിന്റെ കുറച്ച് കൂട്ടുക, അതൊക്കെ വലിയ എക്സ്പെൻസില്ല. കുറയ്ക്കുന്ന സാധനം ചെയ്യാറില്ല. കാരണം ചുറ്റളവ് കുറയ്ക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം പൊട്ടിച്ച് കളയണം. അപ്പൊ ഈ ഉള്ള നിർമ്മിതിയെ നിവർത്തി ഉണ്ടെങ്കിൽ പൊളിക്കാൻ പാടില്ല എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. നിവർത്തി ഉണ്ടെങ്കിൽ പൊളിക്കാൻ പാടില്ല. വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാം, സ്ഥലം ഉണ്ടെങ്കിൽ. സ്ഥലം ഇല്ലെങ്കിൽ ആഡ് ചെയ്യാൻ ഒക്കില്ല. സ്ഥലം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷനും ബേസ്മെന്റും ഭിത്തി എല്ലാം കിട്ടേണ്ട ഒരു ആവശ്യമില്ല. ഒരു തൂണും 2 ബീമും ചെയ്തു കഴിഞ്ഞാൽ അതിനെ ആഡ് ചെയ്യാൻ പറ്റും. അതിന്റെ പിന്നെ ചുറ്റളവിനെ കൂട്ടാൻ സാധിക്കും. അങ്ങനെ ചുറ്റളവിനെ കൂട്ടിയിട്ട് നമ്മൾ വരവിനെയൊക്കെ വരവ് കൂട്ടുകയോ ചെലവിനെ കുറയ്ക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ, ഇന്ന് ചെയ്താൽ നാളെ വിചാരിക്കരുത്, കുറച്ച് മാസങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് യാതൊരു സംശയമില്ല, 100% ഉറപ്പാണ് അവിടെ അവർക്ക് സാമ്പത്തികമായ വ്യത്യാസം ഉണ്ടാകും. ഗുണകരമായ വ്യത്യാസം. സാമ്പത്തികമായി അവർക്ക് പിന്നെ സാമ്പത്തികമായ മെച്ചം ഉണ്ടാകും എന്നുള്ള യാതൊരു സംശയമില്ല. എനിക്കൊരു ധാരാളം അനുഭവങ്ങളുണ്ട്. അപ്പൊ ഈ അനുഭവങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയപ്പോഴാണ് ഇത് ഒരു സയൻസ് എന്ന് പറയാം. കാരണം സയൻസിന് ഇത് വിവരിക്കാൻ ഒക്കില്ല. നമ്മൾ ഇന്നത്തെ സയൻസ് ഇന്ന് ഒരു ഡെവലപ്പ് ചെയ്തിട്ടുള്ള അതനുസരിച്ച്, അല്ലെങ്കിൽ സയൻസിന്റെ ഇന്നത്തെ ഇതനുസരിച്ച് ഒരു വീടിന്റെ ചുറ്റളവിനെ കുറച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ എങ്ങനെ അത് വരവിനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ ചെലവിനെ ബാധിക്കുന്നു, ആയം വ്യയം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കണം. അതൊക്കെ നമ്മൾ ഈ കോഴ്സിൽ പഠിക്കും. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് എന്ന് ഒരു മനസ്സിലാക്കാൻ എനിക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്തപ്പോഴാണ് വ്യത്യാസം വരുന്നത്. ആദ്യം ഞാൻ ചെയ്തത് എൻ്റെ വീട്ടിൽ തന്നെയാണ്. ഞാൻ പഠിച്ചു കഴിഞ്ഞ് ആദ്യം ഈ വ്യത്യാസങ്ങൾ വരുത്തി എൻ്റെ വീട്ടിൽ സ്വയമാണ്, അതായത് വേറെ മറ്റുള്ളവരുടെ വീട്ടിൽ ചെയ്തതിന് മുമ്പ് എൻ്റെ വീട്ടിൽ ചെയ്തു. എൻ്റെ വീട്ടിൽ ചെയ്തിട്ട് എനിക്കുണ്ടായ വ്യത്യാസങ്ങൾ, എൻ്റെ വീട്ടിലും എല്ലാം ഉണ്ടായ വ്യത്യാസങ്ങൾ നേരിട്ട് അനുഭവിച്ച ഒരാളാണ്. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ ധൈര്യമായിട്ട് മറ്റുള്ളവരുടെ വീട്ടിൽ ചെയ്യാൻ സാധിക്കും.
അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഈ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ പൂർണ്ണത വരില്ല, ഇതൊരു സൂപ്പർ സയൻസ് ആണ്. നമ്മുടെ ശാസ്ത്രത്തിന് വിവരിക്കാൻ വയ്യാത്ത അല്ലെങ്കിൽ ശാസ്ത്രത്തിന് തെളിയിക്കാൻ വയ്യാത്ത പല കാര്യങ്ങളും വാസ്തുശാസ്ത്രത്തിലെ നിബന്ധനകൾക്കകത്തുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ ശാസ്ത്രം ഒരു കാലത്ത് അതെല്ലാം പ്രൂവ് ചെയ്യുമായിരിക്കാം. ശാസ്ത്രം കുറെ കൂടെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഇന്നത്തെ ലെവലിൽ ശാസ്ത്രത്തിന് മുകളിലുള്ള ഒരു സൂപ്പർ സയൻസ് ആണ് വാസ്തുശാസ്ത്രം എന്ന് പൂർണ്ണമായും വിശ്വസിക്കുകയും 100% അത് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇനി നമ്മുടെ ഈ ഭൗതികം ഞാൻ നമ്മുടെ ശാരീരികമായ ലെവലിലുള്ളത്, അല്ലെങ്കിൽ വീടിന്റെ ആണെങ്കിൽ വീടിന്റെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഭൗതികമാണ്. ആത്മീയം ഞാൻ നമ്മുടെ മനസ്സ്, നമ്മളുടെ ആത്മാവ്, ഈ കാര്യങ്ങൾ, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ പല വാസ്തുപുരുഷൻ എന്നൊക്കെ പറഞ്ഞ പല എനർജിയൊക്കെ ഉണ്ട്, അതൊക്കെ ആത്മീയമാണ്. എനർജിയുടെ ലെവലിൽ പോകുന്നതൊക്കെ ആത്മീയമാണ്. അങ്ങനെ ഭൗതികവും ആത്മീയവുമായ ആ വിവിധ തലങ്ങളിൽ ശരിയായിട്ടുള്ള സംയോജനം ഉണ്ടാകണം. കാരണം വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതില് പിന്നെ ശാസ്ത്രം, അതായത് സയൻസ് അല്ലെങ്കിൽ എന്താ പിന്നെ ടെക്നോളജി ഉണ്ട്, അതുപോലെ തന്നെ അതിനകത്ത് സ്പിരിച്വാലിറ്റി ഉണ്ട്, അതിനകത്ത് ശാസ്ത്രവും ഉണ്ട്, ആത്മീയമായ കാര്യങ്ങളും ഉണ്ട്. ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഒരു ബ്യൂട്ടിഫുൾ കോമ്പിനേഷനാണ് വാസ്തുശാസ്ത്രം. അവിടെ ടെക്നോളജിയുടെയും അതുപോലെ സ്പിരിച്വാലിറ്റിയുടെയും, അതായത് പിന്നെ അതായത് നമുക്ക് ഭൗതികമായ കാര്യങ്ങൾ അല്ലെങ്കിൽ എനർജിയുടെ ഒരു ശരിക്കുള്ള ഒരു കോമ്പിനേഷൻ, ആ കോമ്പിനേഷനാണ് വാസ്തുശാസ്ത്രം. അത് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയതയുടെയും ടെക്നോളജി അല്ലെങ്കിൽ പിന്നെ എഞ്ചിനീയറിംഗ് ഇതിന്റെ ഒരു മനോഹരമായ ഒരു സംയോജനം വാസ്തുശാസ്ത്രത്തിലുണ്ട്. കാരണം നമ്മുടെ ഈ വാസ്തുശാസ്ത്രം നമുക്ക് പ്രകൃതിയിലെ പിന്നെ നമ്മുടെ പ്രകൃതി രഹസ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പ്രപഞ്ച രഹസ്യങ്ങളിൽ നിന്നും അവരുടെ ധ്യാനത്തിൽ കൂടിയും അതുപോലെ തന്നെ തപസ്സിൽ കൂടിയൊക്കെ അവർ ഈ പ്രപഞ്ച രഹസ്യങ്ങളെയൊക്കെ മനസ്സിലാക്കി നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് നൽകിയിട്ടുള്ള ഋഷീശ്വരന്മാരാണ്. നമ്മൾ ആദ്യം പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ്, ഭൃഗർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമ്മ മയസ്തത എന്ന് പറഞ്ഞ ഒരു അത് 18 ആചാര്യന്മാർ മത്സ്യപുരാണത്തിൽ പറയുന്നതാണ്. മത്സ്യപുരാണത്തിൽ പറയുന്ന വാസ്തുശാസ്ത്രത്തിലെ ആചാര്യന്മാരായ അല്ലെങ്കിൽ പ്രപഞ്ച രഹസ്യങ്ങളിൽ നിന്നും അവരുടെ തപസ്സിൽ കൂടി അവരുടെ ധ്യാനത്തിൽ കൂടി വാസ്തുശാസ്ത്രത്തെ ഈ കാര്യങ്ങളെ മനസ്സിലാക്കി ആ പ്രപഞ്ച രഹസ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കി നമുക്ക് നമ്മുടെ ഗുണത്തിന് വേണ്ടി നമുക്ക് തന്നിട്ടുള്ള ഋഷീശ്വരന്മാരാണ്. അവരാണ് ഈ വാസ്തുശാസ്ത്രം നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ അവരെല്ലാം പിന്നെ ആത്മീയ ഗുരുക്കന്മാരായിരുന്നു. അപ്പൊ ആ ആത്മീയ ഗുരുക്കന്മാർ തന്ന കാര്യങ്ങളിൽ നമുക്ക് തന്ന കാര്യങ്ങളിൽ ആത്മീയത ഇല്ലാതെ വരില്ല. ആത്മീയത അതിനകത്തുണ്ട്. അപ്പൊ ഈ ആത്മീയതയും ഈ സയൻസ് അല്ലെങ്കിൽ ഇതും കൂടെ ഉള്ള ഒരു മനോഹരമായ ഒരു എന്താ ചേരുവ അല്ലെങ്കിൽ മനോഹരമായ ഒരു സമ്മേളനം, ഒരു സംയോജനമാണ് വാസ്തുശാസ്ത്രം. അതാണ് ഭൗതികവും ആത്മീയവുമായ തലങ്ങളുടെ ഒരു ശരിയായ സംയോജനം. എന്തെല്ലാം കാര്യങ്ങളില്ലാത്ത, അതായത് പഞ്ചഭൂതങ്ങൾ നമുക്കറിയാം, പിന്നെ ജലം, അഗ്നി, ഭൂമി, വായു, ആകാശം, ഇതഞ്ചുമാണ് പഞ്ചഭൂതങ്ങൾ. ഈ പഞ്ചഭൂതങ്ങളെ പറ്റി നമുക്ക് വാസ്തുശാസ്ത്രം വളരെ പ്രധാനമാണ്. ഈ പഞ്ചഭൂതങ്ങൾ 8 ദിശകൾ, കിഴക്ക്, തെക്ക്, വടക്ക്, പടിഞ്ഞാറ് 4 ദിശകളും, വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ് 4 മൂലകൾ, അങ്ങനെ ഇത് 4 ഈ 8 കൂടെ കൂടിയാണ് 8 ദിശകൾ. സൂര്യ ചന്ദ്ര നാഡികൾ, നമ്മുടെ ശരീരത്തിൽ തന്നെ സൂര്യനാഡി, ചന്ദ്രനാഡി, നമ്മുടെ വീട്ടിലും നമ്മുടെ പ്രകൃതിയിലും എല്ലാം സൂര്യ ചന്ദ്ര നാഡികളുണ്ട്. അതൊക്കെ നമുക്ക് അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിലാണ്. ഡിപ്ലോമ കോഴ്സിൽ അതിനെപ്പറ്റി അത്ര കൂടുതലായിട്ടില്ല, പക്ഷെ ചെറിയ ഐഡിയ കിട്ടുന്നേ ഉള്ളൂ. സൂര്യ ചന്ദ്ര നാഡികൾ ഇതൊക്കെ വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. വിവിധ തരം ഊർജങ്ങൾ, പല വിധത്തിലുള്ള ഊർജ്ജങ്ങളുണ്ട്. നമുക്കറിയാം സൗരോർജ്ജം സൂര്യനിൽ നിന്നും വരുന്നു, കാന്തിക ഊർജ്ജം, പിന്നെ മാഗ്നറ്റിക് എനർജി, അതുപോലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഭൂമി അടിയിലോട്ട് ഒരു ശക്തി വലിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഭൂമി സൂര്യനെ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജം, ഭൂമി സ്വയം കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജം, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഊർജ്ജങ്ങളുണ്ട്. ഈ ഓരോ ഊർജ്ജത്തിനും വാസ്തുശാസ്ത്രത്തിൽ പേരുണ്ട്. നമുക്ക് ഗുണകരമായ ഊർജ്ജങ്ങൾക്കൊക്കെ ദൈവങ്ങളുടെ പേരും നമുക്ക് ദോഷകരമായ ഊർജ്ജങ്ങൾക്കൊക്കെ പിശാചിന്റെയും രാക്ഷസന്മാരുടെയും ഒക്കെ പേരാണ്. അപ്പൊ അത് അങ്ങനെ അതൊക്കെ നിങ്ങൾക്ക് ഇനി വരുമ്പോൾ മനസ്സിലാവും. അപ്പൊ പഞ്ചഭൂതങ്ങൾ, 8 ദിശകൾ, സൂര്യചന്ദ്ര നാഡികൾ, വിവിധ തരം ഊർജ്ജങ്ങൾ, വിവിധ സ്പന്ദനങ്ങൾ, വൈബ്രേഷൻസ്, ധാരാളം ഓരോ കാര്യങ്ങളും അതിൻ്റെതായ ഒരു വൈബ്രേഷൻ ഉണ്ടാകും. ഒരു വീടിന്റെ ഒരു മൂല എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു വാസ്തുദോഷം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു വൈബ്രേഷൻ ഉണ്ടാകും. ആ വൈബ്രേഷൻ, അതിന് സ്പന്ദനങ്ങൾ, തരംഗങ്ങൾ, വേവ്സ്, അത് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഒരു വേവായിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ പ്രകൃതിയിലുള്ള എല്ലാ കാര്യങ്ങളും തരംഗങ്ങൾ അല്ലെങ്കിൽ വേവ്സിനെ ഉണ്ടാകുന്നു. ശബ്ദം, നമ്മുടെ ശബ്ദങ്ങളെ നമ്മൾ എങ്ങനെ, ശബ്ദം, അതുപോലെ വെളിച്ചം, ഇതെല്ലാം വാസ്തുശാസ്ത്രത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവയുടെ എല്ലാം പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, ഓരോന്നും പ്രത്യേകം തമ്മിൽ പലവിധത്തിലുള്ള പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന വളരെ ബൃഹത്തായ ഒരു ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം.
അപ്പൊ നമ്മൾ അത്ര ബൃഹത്തായിട്ടുള്ള അത്ര ഒരു ആ ശാസ്ത്രത്തിനെ ഏതാനും ദിവസം കൊണ്ടോ ഈവൻ ഏതാനും വർഷങ്ങൾ കൊണ്ടോ നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കരുത്. ഇപ്പൊ ഇവിടെ നിങ്ങൾ ഡിപ്ലോമ കോഴ്സ് പഠിക്കുന്നു, അത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് പഠിക്കുന്നു, ഇതെല്ലാം നല്ലപോലെ പഠിച്ചുകൊണ്ടിരിക്കണം. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്ത് നല്ലപോലെ മനസ്സിലാക്കിയാൽ പോലും ഒരു മഹാസമുദ്രമാകുന്ന വാസ്തുശാസ്ത്രത്തിന്റെ ഏതാനും തുള്ളികൾ മാത്രമേ നമ്മൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ ഒക്കുള്ളൂ. കാരണം അത്ര ബൃഹത്താണ് ഈ വാസ്തുശാസ്ത്രം. അതിൽ എത്ര ഡീപ്പായിട്ട് നമ്മൾ പോകുന്നതിനേക്കാൾ കൂടുതൽ ഡീപ്പായിട്ട് പിന്നെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അത് വാസ്തുശാസ്ത്രത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ അത്ര ബൃഹത്തായ ഈ ശാസ്ത്രം അതിലെ കുറച്ചെങ്കിലും നമുക്ക് നമ്മുടെ വീടുകളുടെ ഇത് പൂർണ്ണമായും വാസ്തുശാസ്ത്രം മുഴുവൻ മനസ്സിലാക്കണമെന്നില്ല. നമുക്കൊരു വീട് നോക്കി അത് കറക്റ്റ് ചെയ്യാം. അതിന്റെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഈ വീടുകൾ പുതിയ വീടുകൾ നിർമ്മിക്കുന്നതിനും അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള വീടുകളിലെ വാസ്തു പരിശോധന നടത്തി ദോഷമുണ്ടെങ്കിൽ മാറ്റുന്നതിനും ഒക്കെ അധികം ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഈ സിലബസിലുണ്ട്. ഈ സിലബസിൽ നമ്മൾ അതായത് നമ്മുടെ ഭാരതീയ പാരമ്പര്യ വാസ്തുശാസ്ത്രം മാത്രമല്ല, ചൈനീസ് ഫെങ്ഷുയി, ചൈനീസ് വാസ്തുശാസ്ത്രം ഇതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്. വളരെ നമുക്ക് പ്രയോജനകരമായ ഒന്നാണ്. കാരണം ഇതൊക്കെ ചൈനയിലുള്ള ശാസ്ത്രമല്ല. ഇവിടെ നമുക്ക് എങ്ങനെ 100% ഉറപ്പാണ്. നിങ്ങൾക്ക് പഠിക്കുമ്പോൾ അതിലേക്ക് വരുമ്പോൾ മനസ്സിലാവും. വളരെ വളരെ പ്രത്യേകിച്ചും ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിലൊക്കെ മെച്ചം വരുത്താനൊക്കെ ഈ ഫെങ്ഷുയിൽ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. ഫെങ്ഷുയിൽ നമ്മുടെ ഭാരതീയ വാസ്തുശാസ്ത്രവും ഫെങ്ഷുവായിട്ടുള്ളതിന് രണ്ട് പ്രധാന വ്യത്യാസങ്ങൾ. ഒന്ന്, പൊതുവെ ഈ കറക്ഷൻ പരിഹാരങ്ങൾ ഭാരതീയ വാസ്തുശാസ്ത്രമുള്ള പരിഹാരങ്ങൾക്ക് ചിലവ് കുറച്ച് കൂടും. പക്ഷെ ഫെങ്ഷി പരിഹാരങ്ങൾ ചിലവ് കുറച്ച് കുറവ്, അതിന്റെ എക്സ്പെൻസ് കുറവാണ്. ചിലവ് നമുക്കെല്ലാം നമ്മുടെ സാമ്പത്തിക ഒരു പ്രധാന കാര്യമാണ്. ചിലപ്പോൾ ഒരു വീട്ടിൽ പോയി പരിശോധിച്ചിട്ട് അവർക്ക് പിന്നെ ചില ഭാരതീയ വാസ്തുശാസ്ത്ര പ്രകാരമുള്ള കറക്ഷൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ എക്സ്പെൻസ് ആവും, ചിലവാകും. പക്ഷെ ഫെങ്ഷി കറക്ഷൻസ് താരതമ്യേന വളരെ കുറച്ച് ചിലവേ ആവും. അതുപോലെ തന്നെ ഫെങ്ഷിയുടെ റിസൾട്ട് പെട്ടെന്ന് കിട്ടും. നമ്മൾ കറക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോഴേ അതിന്റെ റിസൾട്ട് കണ്ടുകൊടുക്കും. ഒരു 2 മാസം 3 മാസം അപ്പുറം പോകാതെ തന്നെ ആ റിസൾട്ട് മിക്കവാറും കിട്ടും. പക്ഷെ ഭാരതീയ വാസ്തുശാസ്ത്ര പ്രകാരം ഒരു കറക്ഷൻ ചെയ്താൽ, ഒരു പരിഹാരം ചെയ്താൽ റിസൾട്ട് കാണാൻ ചിലപ്പം മാസങ്ങളെടുക്കും, ചിലപ്പോൾ 1 വർഷം അതിൽ കൂടുതലൊക്കെ എടുത്തെന്ന് വരും. ഇപ്പൊ നമ്മൾ ഇന്ന് എന്തെങ്കിലും ഒരു കറക്ഷൻ ചെയ്യുന്നു, 1 വർഷം കഴിഞ്ഞ് അതിന്റെ ഫലം കിട്ടുമ്പോൾ ചിലപ്പോൾ ഇത് ചെയ്തുകൊണ്ടാണ് അത് കിട്ടുന്നതെന്നുള്ള കാര്യം പോലും നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടിയാൽ ഇത് ചെയ്തതാവണ്ടേ നമുക്കൊരു മെച്ചം ഉണ്ടായി. അപ്പൊ നമുക്ക് ഇടയിൽ നമുക്ക് അലോപ്പതി ചികിത്സ, ആയുർവേദ ചികിത്സ എന്ന് പറയുന്ന പോലെ ഇരിക്കാം. അലോപ്പതി ചികിത്സ ചിലപ്പോൾ അസുഖമുള്ളപ്പോൾ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു മെച്ചം ഉണ്ടായെന്ന് വരാം. ആയുർവേദ ചികിത്സ പ്രകാരമാണെങ്കിൽ അതിന്റെ കഷായങ്ങളോ ഗുളികളോ അല്ലെങ്കിൽ മരുന്നുകളോ എല്ലാം കഴിച്ച് കുറച്ച് സമയം എടുത്തിട്ടായി. പക്ഷെ അത് അലോപ്പതി ചികിത്സയേക്കാൾ കുറെ കൂടെ പെർമനന്റ് ആയിട്ടുള്ളൊരു അസുഖം ഭേദമാകുന്ന ആയുർവേദ ചികിത്സയിൽ പൊതുവെ നമുക്കറിയാവുന്നത്. പക്ഷെ അതുപോലെ തന്നെ ഭാരതീയ വാസ്തുശാസ്ത്ര പ്രകാരമുള്ള കറക്ഷൻസ് പെർമനന്റ് ആണ്. കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്നും ആ കറക്ഷൻ അല്ലെങ്കിൽ പക്ഷെ അതേസമയം ഫെങ്ഷി പ്രകാരമുള്ള കറക്ഷൻസ് ഒരു കാലയളവിനകത്തെ അതിന്റെ ഗുണം കിട്ടും. അത് കഴിഞ്ഞാൽ കുറച്ച് അതിന്റെ ഗുണം കുറയും. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട്, അതായത് ഭാരതീയ വാസ്തുശാസ്ത്രവും ചൈനീസ് വാസ്തുശാസ്ത്രവും ഇതുപോലെ തന്നെ രത്നാധ്യായം എന്ന് പറഞ്ഞ രത്നങ്ങൾ ഉപയോഗിച്ചുള്ള കറക്ഷൻസ്, ലോഹ കറക്ഷൻസ്, മെറ്റൽസ് ലോഹങ്ങൾ ഉപയോഗിച്ചുള്ള കറക്ഷൻസ്, മന്ത്ര കറക്ഷൻസ് മന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള കറക്ഷൻസ്, ഇതൊക്കെ വാസ്തു കറക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒന്നുണ്ട് ഇന്റഗ്രേറ്റഡ് വാസ്തു എന്ന് പറഞ്ഞിട്ട്, മലയാളത്തിൽ സംയോജിത വാസ്തുശാസ്ത്രം. ഇന്ന് ഇന്റർനാഷണൽ ലെവലിൽ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യപ്പെടുന്ന ശാസ്ത്രം, ഈ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് സംയോജിത വാസ്തുശാസ്ത്രമാണ്. ഭാരതീയ വാസ്തുശാസ്ത്രം വളരെ 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 ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ്. ഫെങ്ഷുയും വളരെ വളരെ പഴക്കമുള്ള ശാസ്ത്രമാണ്. പക്ഷേ ഇന്റഗ്രേറ്റഡ് വാസ്തു അല്ലെങ്കിൽ സംയോജിത വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് ഒരു റീസെന്റ് ഡെവലപ്മെന്റ് ആണ്. അധികം വർഷമൊന്നും ആയിട്ടില്ല അതിന്റെ ഡെവലപ്മെന്റ് തുടങ്ങിയിട്ട്. അപ്പൊ ഈ ഇന്റഗ്രേറ്റഡ് വാസ്തുവിനുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാം കോമ്പിനേഷനാണ്. അപ്പൊ അതിനകത്ത് ഫെങ്ഷി അതിനകത്ത് വരുന്നത് കൊണ്ട് പെട്ടെന്ന് ക്വിക്ക് റിസൾട്ട് കിട്ടും. കാരണം നമുക്ക് ഒരുപാട് താമസിച്ച് റിസൾട്ട് കിട്ടുമ്പോൾ പക്ഷെ കുറച്ച് പെട്ടെന്ന് റിസൾട്ട് കിട്ടിയതിന്റെ സന്തോഷം വരും. അപ്പൊ ഫെങ്ഷി കറക്ഷൻസ് റിസൾട്ട് പെട്ടെന്ന് കിട്ടും. അതുപോലെ ഭാരതീയ വാസ്തുശാസ്ത്രം ഈ കിട്ടുന്ന റിസൾട്ട് അതിന്റെ ഒരു കുറെ കഴിയുമ്പോൾ അതിന്റെ ആ ഗുണം ഫലം കുറച്ച് കുറഞ്ഞു തുടങ്ങുന്ന സമയത്ത് ഈ ഭാരതീയ വാസ്തുശാസ്ത്ര പ്രകാരമുള്ള കറക്ഷൻസിന്റെ റിസൾട്ട് വരും. അപ്പൊ ഈ ആദ്യമേ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. ആ കിട്ടുന്ന ഗുണം പെർമനന്റ് ആയിട്ട് നിൽക്കാൻ ഈ ഇന്റഗ്രേറ്റഡ് വാസ്തു പ്രകാരം അല്ലെങ്കിൽ സംയോജിത വാസ്തുശാസ്ത്ര പ്രകാരമുള്ള പരിഹാരങ്ങൾ ഈ രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, അതിന്റെ പെട്ടെന്ന് അതിന്റെ റിസൾട്ട് കിട്ടുന്നു.
ആ കിട്ടുന്ന റിസൾട്ട് പെർമനന്റ് ആയിട്ട് നിലനിൽക്കാനും നമ്മളെ സഹായിക്കും. അപ്പൊ അങ്ങനെയുള്ള ഗുണം ആ ഇന്റഗ്രേറ്റഡ് വാസ്തുവിലെ സംയോജിത വാസ്തുശാസ്ത്രത്തെ പറ്റി നമ്മൾ ഈ കോഴ്സിനകത്ത് അതായത് ഡിപ്ലോമ കോഴ്സിന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് കൂടുതൽ ഡീറ്റെയിലായിട്ട് പിന്നെ പറയാം. ഇപ്പം അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇപ്പോഴും തന്നെ നമുക്ക് ഏതാണ്ട് 9:15. ഇനി വാസ്തുഫലങ്ങള് ഗുണദോഷ സമ്മിശ്രമാണ്. ഒരു വാസ്തു ചെയ്യുമ്പോൾ ഗുണവും ദോഷവും ഉണ്ടാകാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു, പിന്നെ ഹിമാലയ പർവ്വതം വടക്ക് വശത്ത് പൊക്കം വരുന്നത് ദോഷമാണ്. പക്ഷെ അതേസമയം തന്നെ ഈ ഹിമാലയ പർവ്വതം ഏതാണ്ട് മുഴുവൻ സമയവും മഞ്ഞുകൊണ്ട്, വലിയ തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് അത് കംപ്ലീറ്റ് മഞ്ഞുകൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. കംപ്ലീറ്റ് ഈ മഞ്ഞെന്ന് പറയുന്നത് വെള്ളം, വടക്ക് വശത്ത് വെള്ളം നല്ലതാണ്. വടക്കും വടക്കുകിഴക്കൊക്കെ ജലത്തിന് ഏറ്റവും നല്ല സ്ഥലമാണ്. വടക്കുകിഴക്ക് കുളം വരുന്നത്, വടക്കുകിഴക്ക് സ്വിമ്മിംഗ് പൂൾ വരുന്നത്, വടക്കുകിഴക്ക് കിണർ വരുന്നതൊക്കെ ഏറ്റവും നല്ലതാണ്. വടക്ക് വശവും ജലം നല്ലതാണ്. അപ്പോൾ വടക്കും വടക്കുകിഴക്കൊക്കെ ജലത്തിന് ഏറ്റവും നല്ല സ്ഥലത്ത് അവിടെ ഈ പാറ വെയിറ്റ് ഉള്ളതാണെങ്കിലും അത് മഞ്ഞിൽ മൂടി നിൽക്കുന്നത് കൊണ്ട് ജലത്തിന്റെ സാന്നിധ്യമുണ്ട്. ആ ജലത്തിന്റെ സാന്നിധ്യം ഒരു ഗുണമാണ്. വടക്ക് വശത്തുള്ള പൊക്കം ഒരു ദോഷമാണെങ്കിൽ അതിൽ മഞ്ഞുകെട്ട നിറഞ്ഞു നിൽക്കുന്നത് ഒരു ഗുണമാണ്. അപ്പൊ അതുകൊണ്ട് ആ ദോഷത്തെ, പൊക്കം കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ആ വെയിറ്റ് കൊണ്ടുണ്ടാകുന്ന വടക്ക് വശത്ത് വടക്കുകിഴക്കും ഒക്കെ പർവ്വതം കൊണ്ടുണ്ടാകുന്ന ദോഷത്തെ ആ പർവ്വതം മഞ്ഞ് മൂടി നിൽക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഗുണം ഒരു നല്ല അളവ് വരെ നമുക്ക് ആ ഗുണം അത് പിന്നെ ന്യൂട്രലൈസ് ചെയ്യും. ആ ദോഷത്തിന്റെ എഫക്റ്റിനെ ഈ മഞ്ഞ് ന്യൂട്രലൈസ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഈ വാസ്തുഫലങ്ങൾ ഒരു ഗുണവും വേറെ ദോഷവും ഉണ്ടാകാം. അപ്പൊ അത് ഗുണദോഷ സമ്മിശ്രമാണ് ഫലം. ഒരിക്കലും നമ്മൾ സാധാരണ പലപ്പോഴും പഠിക്കുമ്പോൾ ഈ ഒരു ദോഷം ഉണ്ട്, ആ ദോഷത്തിന് ഇന്ന ഫലമാണ് അങ്ങനെ നമ്മൾ പറയാറുണ്ടെങ്കിലും, പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ദോഷം മാത്രമായിരിക്കില്ല. ഒരു വീട് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ദോഷം മാത്രമായിരിക്കില്ല, ആകെ ഒരു ദോഷമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ ദോഷത്തിന്റെ റിസൾട്ട് കിട്ടും. പക്ഷെ അവിടെ പല ദോഷങ്ങൾ കാണും, പല ഗുണങ്ങൾ കാണും. ചിലപ്പോൾ ഒരു ദോഷത്തിന്റെ ദോഷഫലത്തെ വേറൊരു ഗുണത്തിന്റെ ഗുണഫലം കൊണ്ട് ന്യൂട്രലൈസ് ചെയ്തെന്ന് വരാം. അങ്ങനെ അപ്പൊ അതാണ് ഗുണദോഷ സമ്മിശ്രമാണ്. ഒരിക്കലും ഇന്നതുകൊണ്ട് ഇന്നത് വരുന്ന നമ്മൾ ശരിക്കും പറയുന്നത് നല്ലതല്ലെന്നാണ്. ഇതിങ്ങനെയാണോ, അതിങ്ങനെ ദോഷം വരും എന്ന് പറയുന്നത് ശരിയല്ല. കാരണം ആ ദോഷത്തെ ചിലപ്പോൾ വേറെ ചില ഗുണങ്ങൾ കൊണ്ട് ന്യൂട്രലൈസ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ നിർവീര്യമാക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു ഗുണദോഷ സമ്മിശ്രമാണ് വാസ്തുഫലങ്ങൾ. ഐസിൽ പൊതിഞ്ഞ ഹിമാലയം, ഞാൻ പറഞ്ഞ ഐസിൽ പൊതിഞ്ഞ ഹിമാലയം വെയിറ്റും ഹൈറ്റും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഐസ് ഉള്ളത് അതിന്റെ ദോഷഫലത്തെ കുറയ്ക്കുന്നു. അതുപോലെ പൗരാണിക ഗ്രന്ഥങ്ങൾ നമുക്കറിയാം. പിന്നെ ഈ ഋഷീശ്വരന്മാർ നമുക്ക് പൗരാണിക ഗ്രന്ഥങ്ങൾ കൂടിയാണ് പല കാര്യങ്ങളും നമുക്ക് തന്നിട്ടുള്ളത്. ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്ന 4 ഗ്രന്ഥങ്ങളാണ്. 4 ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ 1 മനുഷ്യാലയ ചന്ദ്രിക, 2 പിന്നെ മയമതം, 3 മാനസാര, 4 ബൃഹത്സംഹിത. വാസ്തുശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്നുണ്ട്. അത് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു പിന്നെ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് മനുഷ്യാലയ ചന്ദ്രികയാണ്. മനുഷ്യാലയ ചന്ദ്രിക പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് മനുഷ്യാലയ ചന്ദ്രികയില്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലോട്ട് പോയാൽ അവിടെ മയമതമാണ് കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്നത്, അവിടുത്തെ കൺസൾട്ടൻസിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്നത് മയമതമാണ്. നമ്മൾ ആന്ധ്രയിലോ കർണാടകയിലൊക്കെ പോയാൽ അവിടെ മാനസാര എന്നുള്ള ഗ്രന്ഥം, അതും പൗരാണിക ഗ്രന്ഥമാണ്. മാനസാരയാണ് അവിടെ കൂടുതലും. നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ ബൃഹത്സംഹിതയാണ്. ബൃഹത്സംഹിത പിന്നെ ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും വാസ്തുശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട വളരെയധികം കാര്യങ്ങൾ ബൃഹത്സംഹിതയിൽ പറയുന്നുണ്ട്. അപ്പൊ ആ ബൃഹത്സംഹിതയാണ് നോർത്ത് ഇന്ത്യയിലോട്ട് പോയാൽ. ഈ 4 ഗ്രന്ഥങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ, ഇത് മുഴുവൻ ഈ 4 ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ എളുപ്പമല്ല. എന്നാലും അതിലൊരു സാമാന്യ ഒരു അറിവ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും വളരെ ധൈര്യമായിട്ട് പോയിട്ട് വല്ല കോൺഫിഡൻസോട് കൂടി നമുക്കിവിടെ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതാണ് ഈ പൗരാണിക ഗ്രന്ഥങ്ങൾ. ഈ 4 ഗ്രന്ഥങ്ങളാണ് പ്രധാനമായും ഞാൻ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഈ 4 ഗ്രന്ഥങ്ങളിലും ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ മോശമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യില്ല. ഒരു ഗ്രന്ഥങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ജസ്റ്റ് ഒരു പോയിന്റ് മാത്രം പറയാം. ഉദാഹരണത്തിന് മനുഷ്യാലയത്തിനെ പറയുന്നുണ്ട് വടക്ക് കിഴക്ക് അടുക്കള നല്ലതാണ്, വടക്ക് കിഴക്ക് അടുക്കളയാകാം. കേരളത്തിൽ ഒരുപാട് വീടുകളിൽ വടക്ക് കിഴക്ക് അടുക്കള വെക്കുന്നുണ്ട്. കാരണം മനുഷ്യാലയത്തിനെ കേരളത്തിൽ ഫോളോ ചെയ്യുന്ന മനുഷ്യാലയത്തിനെ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ബൃഹത്സംഹിതയിൽ പറയുന്നുണ്ട് വടക്ക് കിഴക്ക് അടുക്കള ദോഷമാണ്. തെക്ക് പടിഞ്ഞാറും വടക്ക് കിഴക്കിലും അടുക്കള പാടില്ല എന്ന് ബൃഹത്സംഹിതയിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ രണ്ടും പൗരാണിക ഗ്രന്ഥങ്ങളാണ്. പക്ഷെ ഒന്നി പറയുന്നതിന് നേരെ വിപരീതമായിട്ട് മറ്റൊന്നിൽ പറഞ്ഞു. ഇതുപോലെ ഒരുപാട് എക്സാമ്പിൾ പറയാൻ സാധിക്കും. നമ്മൾ അതൊക്കെ ആ വിഷയം എടുക്കുമ്പോൾ ഞാൻ ആ ഗ്രന്ഥങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാം. ഇപ്പൊ നമ്മൾ അതെല്ലാം പറയാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് അതിലോട്ട് പോകുന്നില്ല. ആ പൗരാണിക ഗ്രന്ഥങ്ങളിൽ തന്നെ വളരെ വ്യത്യാസമുണ്ട്.
അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് ചിലപ്പോൾ ആദ്യം മനസ്സിലാക്കുന്നവർക്ക് ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കിയെന്ന് വരാം. പക്ഷെ ശരിക്കും അത് ഉള്ളിലേക്ക് ഇറങ്ങി മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ഇത് ഏതെങ്കിലും ഒരു കാര്യം മോശമാണെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ 4 ഗ്രന്ഥം, മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ അല്ല, ഈ 4 ഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ മോശമാണെന്ന് പറഞ്ഞാൽ അത് ഞാൻ ചെയ്യാറില്ല. 4ലും ഓക്കെ ആണെന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ കൺസൾട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ചെയ്യാറുള്ളൂ. അതാണ് ഈ പൗരാണിക ഗ്രന്ഥങ്ങൾ. പ്രധാനമായിട്ടും ഈ 4 ഗ്രന്ഥങ്ങളല്ല, വേറെയും ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്, ആഗമ ഗ്രന്ഥങ്ങൾ. അത് ആഗമ ഗ്രന്ഥങ്ങളിൽ നമുക്കറിയാം, കാമികാഗമം എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഈ നമ്മൾ പറഞ്ഞ മായമതം, മാനസ, അതിനെക്കാട്ടിയൊക്കെ ആഗമ ഗ്രന്ഥങ്ങളാണ് ഏറ്റവും പഴക്കമുള്ള ഗ്രന്ഥങ്ങൾ. അതിൽ ആഗമ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് കാമികാഗമം. കാമികാഗമത്തിൽ വളരെ ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ ഒരിക്കലും നമ്മൾ ഈ ആധുനിക വാസ്തുശാസ്ത്രം അങ്ങേയറ്റം ദോഷം എന്ന് പറയുന്ന ഒരു കാര്യം കാമികാഗമത്തിൽ നല്ലതെന്ന് പറയുന്നു. കാരണം തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയാണ്. തെക്ക് പടിഞ്ഞാൽ കന്നിമൂലയാണ്. അതൊക്കെ നിങ്ങൾ പഠിക്കും. ഈ കന്നിമൂല, ഈശാനുമൂല എന്നൊക്കെ പറഞ്ഞ ഏതാണെന്നൊക്കെ നമുക്ക് വരും. ഇത് ബേസിക് ഡിപ്ലോമ കോഴ്സായിട്ട് അതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയുള്ള ആഗമ ഗ്രന്ഥങ്ങളിൽ കാമികാഗമത്തിൽ പറയുന്നുണ്ട്, തെക്ക് പടിഞ്ഞാറ് അല്ലെ കന്നിമൂലയുടെ ഭാഗത്ത് അടുക്കള നല്ലതാണ്. വേറെ ഒരു ടെസ്റ്റിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. വേറെ ഒരു വാസ്തുശാസ്ത്ര ഗ്രന്ഥത്തിലും തെക്ക് പടിഞ്ഞാറ് അടുക്കള നല്ലതാണെന്ന് പറഞ്ഞിട്ടില്ല. ദോഷമാണെന്ന് മിക്കവാറും ഗ്രന്ഥങ്ങളെല്ലാം പറയുന്നുണ്ട്. പിന്നെ മനുഷ്യാലയന്തിയെ പറയുന്നുണ്ട് തെക്ക് പടിഞ്ഞാറ് അടുക്കള പാടില്ല. ബൃഹസമുദയം പറയുന്നുണ്ട് തെക്ക് പടിഞ്ഞാറ് അടുക്കള പാടില്ല. പക്ഷെ കാമികാഗമത്തിൽ അടുക്കള ആകാതെ, കാമികാഗമം ഒരിക്കലും മോശം ഗ്രന്ഥമാണ്, തെറ്റാണെന്ന് നമുക്ക് പറയാനുള്ള അർഹത എനിക്കോ നമുക്ക് ആർക്കും ഇല്ല. അത്ര പൗരാണിക ഗ്രന്ഥമാണ് കാമികാഗമം. ആ കാമികാഗമത്തിൽ പറയുന്നുണ്ട് തെക്ക് പടിഞ്ഞാറ് അടുക്കളയാകാം. അപ്പൊ അതുകൊണ്ട് മാത്രം തെക്ക് പടിഞ്ഞാറ് അടുക്കള കൊടുക്കുന്നവരുണ്ട്. ഇത് കാമികാഗമത്തിൽ പറയുന്നുണ്ട് അതൊരിക്കലും തെറ്റില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ മറ്റു പല ഗ്രന്ഥങ്ങളിലും തെറ്റ്, അത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം 100% അതുപോലെ നിങ്ങൾ ചെയ്യണമെന്നല്ല. ശരി തെറ്റ് അല്ലെ പലതിലും പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. നിങ്ങളാണ് അത് ഡിസൈഡ് ചെയ്യേണ്ടത്, ഏത് വേണം, ഏത് സ്വീകരിക്കണം, ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഈ പൗരാണിക ഗ്രന്ഥങ്ങളിൽ 4 ഗ്രന്ഥങ്ങളാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഈ 4 ഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ മോശമാണ് അല്ലെങ്കിൽ പാടില്ല എന്ന് പറയുന്ന കാര്യം ഞാൻ ചെയ്യാറില്ല. അപ്പൊ 4 ഗ്രന്ഥങ്ങൾ മനുഷ്യാലയേന്ദ്രിയ, മയമതം, മാനസാര, ബൃഹസംഹിത, ഇത് 4 ഞാൻ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് മാത്രമേ ഉള്ളൂ എന്നില്ല, വേറെ ധാരാളം പൗരാണിക ഗ്രന്ഥങ്ങളുണ്ട്. പക്ഷെ എല്ലാം കൂടെ നമുക്ക് ഫോളോ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഈ 4 ഗ്രന്ഥങ്ങളാണ് ഞാൻ നോക്കാറുള്ളത്, മാത്രം നിങ്ങളെ അറിയിക്കുകയാണ്. അടുത്തത്, ഇനി സിലബസ് പ്രകാരം 3 പുസ്തകമുണ്ട്. ഈ ഡിപ്ലോമ കോഴ്സിന്റെ കംപ്ലീറ്റ് സിലബസ് 3 പുസ്തകത്തിലുണ്ട്. ആ പുസ്തകങ്ങളുടെ ഇത് ഒന്നാമത്തെ സംയോജിത വാസ്തുശാസ്ത്രം എന്നാണ് അതിന്റെ പേര് പുസ്തകത്തിൽ. അത് വോളിയം 1, വോളിയം 2, വോളിയം 3, ഭാഗം 1, ഭാഗം 2, ഭാഗം 3 പുസ്തകങ്ങളുണ്ട്. ഈ ഡിപ്ലോമ കോഴ്സിലെ കംപ്ലീറ്റ് സിലബസ് ഈ 3 പുസ്തകങ്ങളിലായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് സിലബസ്, ഡിപ്ലോമ കോഴ്സിലെ സിലബസ് കംപ്ലീറ്റ് 3 പുസ്തകത്തിലുണ്ട്. അതാണ് സിലബസ് പ്രകാരമുള്ള പുസ്തകങ്ങൾ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു സാങ്കേതികതയും ആത്മീയതയും നേരത്തെ പറഞ്ഞതിന് രണ്ടിനും കൂടെ ഒരു ബ്യൂട്ടിഫുൾ കോമ്പിനേഷനാണ് വാസ്തുശാസ്ത്രം. നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഈ വേൾഡ് ട്രേഡ് സെന്റർ USA നമുക്കറിയാം. പിന്നെ അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററിൽ വിമാനം ഇടിച്ച് അതൊക്കെ നമുക്കറിയാം. അത് ഇവിടെ ഹിന്ദു പേപ്പർ, ആ ഡേറ്റ് ഞാൻ പറയാം, ഹിന്ദു പേപ്പർ 2003 ആഗസ്റ്റ് 11 ഹിന്ദു പേപ്പർ നിങ്ങൾ എടുത്തു നോക്കുക. അതിനകത്ത് വേൾഡ് ട്രേഡ് സെന്റർ പൊളിയുന്നതിന് വാസ്തുശാസ്ത്രപരമായ കാരണങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് ഈ ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുണ്ട്. 2003 ഈ വേണമെങ്കിൽ നോട്ട് ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ, വളരെ പഴയതായിട്ട് ഇപ്പൊ 2024 പിന്നെ 20 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളതാണ്. അന്നത്തെ പേപ്പർ നിങ്ങൾക്ക് കാരണം എടുക്കാൻ, ഹിന്ദു പേപ്പർ എടുക്കാൻ സാധിക്കുമെങ്കിൽ അത് ഈ ആർട്ടിക്കിൾ ഉണ്ട്. ഞാൻ ഈ ആർട്ടിക്കിൾ കുറെ നാൾ വെച്ചിരുന്നു, 8-10 കൊല്ലം വരെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണോ എന്നെ മിസ് ചെയ്തു പോയി. ഇപ്പൊ എൻ്റെ ആ ആർട്ടിക്കിൾ ഇല്ല, പണ്ട് എൻ്റെ ഞാൻ വെച്ചിരുന്നു. അപ്പൊ അത് 2003 ആഗസ്റ്റ് 11 ഹിന്ദു പേപ്പറിൽ ഈ വേൾഡ് ട്രേഡ് സെന്റർ USA നശിക്കാനുള്ള ഒരു കാരണം, അതിന്റെ വാസ്തുപരമായ കാരണങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. താല്പര്യമുള്ളവർക്ക് നോക്കി കിട്ടുമെങ്കിൽ, ആ പേപ്പർ കിട്ടുമെങ്കിൽ നോക്കാം. പിന്നെ നമുക്ക് ഓടിച്ചു പറയാം, മുമ്പ് അറിയാവുന്നു. നിശ്ചയദാർഢ്യം, നമ്മളിത് പഠിക്കണമെങ്കിൽ ഈ പഠിക്കുന്നവർക്ക് ഇതെനിക്ക് പഠിക്കണം എന്നുള്ളൊരു നിശ്ചയദാർഢ്യം ഉണ്ടായിരിക്കണം. എന്തെങ്കിലുമൊക്കെ വായിക്കാൻ, പരീക്ഷയ്ക്ക് എങ്ങനെയെങ്കിലും പാസ്സാകാം, അല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ക്ലാസ്സിൽ വരാതെ ഇതിന്റെ വീഡിയോ കണ്ടു നോക്കാതെ, അങ്ങനെ ഒരു നിങ്ങൾക്ക് നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നമുക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങാനും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിത് മനസ്സിലാക്കും, എനിക്കിത് മനസ്സിലാക്കണം, ഈ ശാസ്ത്രം എനിക്ക് പൂർണ്ണമായും പൂർണ്ണമായെന്നുള്ളത് അല്ലെങ്കിലും
മാക്സിമം അതിൽ പരമാവധി എനിക്കിത് മനസ്സിലാക്കി എനിക്കും മറ്റുള്ളവർക്കും ഗുണകരമായി മാറ്റണം എന്നുള്ളൊരു നിശ്ചയദാർഢ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണം. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തത് പൂർണ്ണമായ പങ്കെടുക്കൽ. 100% നിങ്ങൾ നമ്മളൊക്കെ ഇത് മാത്രമല്ല, പല പല ജോലികൾ നമുക്കെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ചിലപ്പോൾ പക്ഷേ നിവൃത്തി ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഡേറ്റുകൾ ഓരോ മാസമുള്ള ക്ലാസ്സുകളുടെ ഏതൊക്കെ ഡേറ്റുകളാണെന്നൊക്കെ ഓരോ മിക്കവാറും ഇപ്പോൾ ജനുവരിയിലെ ക്ലാസ് ഡിസംബർ ലാസ്റ്റ് വീക്കിലൊക്കെ ഗ്രൂപ്പിൽ വരും. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഡേറ്റൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് അത് 100% നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, പൂർണ്ണമായും പങ്കെടുക്കുക, എല്ലാ ക്ലാസ്സുകളും പങ്കെടുക്കുക. 100% അറ്റൻഷനോടെ അത് പങ്കെടുത്താൽ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ വളരെ ഗുണമുണ്ടാകും. കാരണം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതും ഇതിൻ്റെ പിന്നെ വീഡിയോ റെക്കോർഡിംഗ് ഇട്ട് കേൾക്കുന്നവർക്ക് വളരെ വ്യത്യാസമുണ്ട്. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു വ്യത്യാസം വരില്ല. എനിക്ക് തന്നെ അറിയാം, ക്ലാസ് പൂർണ്ണമായിട്ട് അറ്റൻഡ് ചെയ്യുന്നവർക്ക് അതിൻ്റെതായ വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് പൂർണ്ണമായും 100% പങ്കെടുക്കുക. ഇനി നമുക്ക് ഈ ക്ലാസ് നിങ്ങൾ പൂർണ്ണമായും അറ്റൻഡ് ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്താലും ഈ വാസ്തുശാസ്ത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതിൻ്റെ 25% കിട്ടുള്ളൂ. അങ്ങനെ ക്ലാസ്സിൽ നിന്നും 25%. എത്രമാത്രം ഡിപ്ലോമയും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയും എല്ലാം പഠിച്ചാലും ആ വാസ്തുശാസ്ത്രം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുടെ 25% അതിൽ നിന്നാകുള്ളൂ. രണ്ടാമത്തെ 25% സ്വാധ്യായം. നിങ്ങൾ ഇവിടെ പഠിച്ച കാര്യങ്ങൾ വീട്ടിൽ പോയി ഒന്നും കൂടെ നോക്കണം. ഇപ്പോൾ ഇന്ന് എന്തെങ്കിലും പഠിപ്പിക്കുകയാണെങ്കിൽ വീട്ടിൽ പോയിട്ട് ആ പുസ്തകങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നോട്ടുകൾ പ്രിപ്പയർ ചെയ്തിട്ട് അത് നോക്കിയിട്ട് സ്വന്തമായി പഠിക്കുക. സ്വാധ്യായം നിങ്ങൾ സ്വന്തം പഠിക്കുക. അത് ഏറ്റവും പ്രധാനമാണ്. കാരണം ഒരു ക്ലാസ് പലരും ചെയ്യുന്ന, എനിക്ക് ഇതൊക്കെ പറഞ്ഞാലും പലരും ചെയ്യുന്ന ഒരു കാര്യം, ഇന്ന് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യും, അന്ന് കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച ക്ലാസ് വരുമ്പോഴായിരിക്കും എടുക്കുന്നത്. കാരണം പല കാര്യങ്ങൾ കൊണ്ട് പലർക്കും സാധിച്ചില്ലെന്നൊക്കെ വരാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്വാധ്യായം. നമുക്ക് ഈ ക്ലാസ്സിൽ വരുന്ന അറ്റൻഡ് ചെയ്തുകൊണ്ട് കിട്ടുന്ന 25% സ്വാധ്യായത്തിൽ നിന്ന് 25% ആണ്. 25% നമുക്ക് ഗുണം അല്ലെങ്കിൽ ഇത് ലഭിക്കുന്നത് സ്വാധ്യായം. സ്വന്തമായിട്ട് നമ്മൾ പഠിച്ച കാര്യം വീട്ടിൽ പോയി ഒന്നുകൂടെ പഠിക്കുക, മനസ്സിലാക്കുക. അതുപോലെ തന്നെ മറ്റു വഴികളിൽ കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ വല്ല പിന്നെ മറ്റു പുസ്തകങ്ങളൊക്കെ വായിക്കാൻ നോക്കുക. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, മലയാളം ട്രാൻസ്ലേഷൻ ഒക്കെ കിട്ടും. അതൊക്കെ വേറെ വലിയ വാസ്തു വിദഗ്ധരുടെ അവരുടെ ആർട്ടിക്കിൾ വായിക്കാം. വല്ല സെമിനാർ വല്ലതൊക്കെ വരികയാണെങ്കിൽ വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ കുറച്ച് ദൂരെ ആയാലും സാരമില്ല, കഴിയുന്നതും അറ്റൻഡ് ചെയ്യാൻ നോക്കുക. കാരണം അതിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിലുള്ള താല്പര്യം വർദ്ധിക്കാൻ അത് സഹായിക്കും. അപ്പോൾ ഈ അങ്ങനെയുള്ള കാര്യങ്ങൾ 25% ആണ്. അപ്പോൾ ഇത് മൂന്നും കൂടെ 75% ആയി. ഇനി ബാക്കി 25% എക്സ്പീരിയൻസ് എന്ന് മാത്രമാണ്. നമ്മളിത് പഠിച്ചു കഴിഞ്ഞിട്ട് വെറുതെ പഠിച്ചുകൊണ്ട് കാര്യമില്ല. പഠിച്ചു കഴിഞ്ഞ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പഠിച്ചു കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുമ്പം ആ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് 25%. അപ്പോൾ അവസാനത്തത് പ്രവർത്തന പരിചയം, അത് 25. ഇത് 4 കൂടെ ആകുമ്പോഴേ 100% ആവും. അത് ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് എല്ലാം പഠിച്ചുകൊണ്ട് നിങ്ങൾ 100% ആവുമെന്ന് വിചാരിക്കരുത്. ക്ലാസ്സിൽ നിന്ന് പഠിക്കുക, ആ പഠിച്ച കാര്യങ്ങൾ വീട്ടിൽ പോയി സ്വാധ്യായം അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായി വീണ്ടും പഠിക്കുക. മറ്റു വഴി കൂടെ എന്തൊക്കെ അറിവ് സമ്പാദിക്കാൻ സാധിക്കുമോ, ഈ വിഷയത്തിൽ എന്തൊക്കെ അറിവ് സമ്പാദിക്കാൻ സാധിക്കുമോ സമ്പാദിക്കുക. വർക്ക് എക്സ്പീരിയൻസ് ഏറ്റവും പ്രധാനമാണ്. അത് ഈ 4 കൂടെ ചേരുമ്പോഴേ 100% ആവുള്ളൂ. അത് ശ്രദ്ധിക്കുക. അടുത്തത് ഗവേഷണത്വര. അതായത് നമ്മളൊരു ഒരു റിസർച്ച് ഓറിയന്റേഷനോട് കൂടിയായിരിക്കണം ഇതിൽ പറയേണ്ടത്. കാരണം നമ്മൾ ഇന്ന് ഏതെങ്കിലും ഒരു കാര്യം പഠിക്കുമ്പോൾ ഒരു വീടിന് ഏതെങ്കിലും ഒരു ദോഷമുണ്ട്, വാസ്തുദോഷമുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലം ഇന്നതാണ്, അതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും വീട്ടിലോ അതിന് ദോഷം ഉണ്ടായെന്ന് വരാം. അപ്പോൾ അവിടെ ആ ദോഷത്തിന് അതിൻ്റെ ഫലം ആ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടോ, ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചോദിക്കാം. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇന്ന ദോഷം ഉണ്ടെങ്കിൽ ഇന്ന ഫലം വരുന്നു പറഞ്ഞു. എനിക്ക് എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള ഒരു വീട്ടിൽ അവരെ ദോഷമുണ്ട്, പക്ഷെ അവർക്ക് ആ ഫലം കാണുന്നില്ല. അപ്പോൾ അതൊരു ഗവേഷണം. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടാണ്? അപ്പോൾ ആ ഒരു ഗവേഷണത്വര, ആ ഒരു റിസർച്ച് ഓറിയന്റേഷൻ, അത് നമുക്ക് ഈ പഠിത്തത്തിൽ വേണം. അത് നമുക്ക് ഇത് കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കാനും കൂടുതൽ മനസ്സിലാക്കാനും അപ്ലൈ ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. ഒരു റിസർച്ച് മെന്റാലിറ്റിയോട് കൂടി ഈ കോഴ്സിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. അടുത്തതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ഷൻ, ഹയർ സോഴ്സുമായിട്ടുള്ള കണക്ഷൻ, ആ ഒരു ദൈവിക ബോധം, അത് നമുക്ക് വളരെ ദിവസം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് ആയാലും 15 മിനിറ്റ് ആയാലും മതി. മെഡിറ്റേറ്റ് ചെയ്താൽ, ധ്യാനത്തിൽ ഒന്ന് കണ്ണടച്ചോണ്ട് വേറെ ഒന്നും ചെയ്യേണ്ട, ശ്വാസത്തെ ശ്രദ്ധിച്ചിരുന്നാലും മതി. മറ്റുള്ളതൊക്കെ പിന്നെ വന്നോളൂ. അപ്പോൾ ആ ഒരു ദിവസം ഒരു 15-20 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യാൻ, ധ്യാനിച്ചാൽ അത് വളരെ നല്ലതാണ്. അപ്പോൾ ആ ഒരു ദൈവിക ബോധം, ആ ഒരു കണക്ഷൻ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇനി ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതായത് നമ്മൾ സാധാരണ ഒരു തെക്കുവശം വടക്കുവശം എന്നൊക്കെ പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതൊന്ന് കാണിച്ചു തരാം. നമ്മൾ സാധാരണ ഈ ക്ലാസ്സിലൊക്കെ എടുക്കുന്നതല്ല ഇതുപോലെ ആയിരിക്കും. കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്.
ഇതൊരു വീടാണെന്ന് ഇരിക്കട്ടെ, ആ ഒരു റെക്ടാങ്കിൾ കാണുന്ന വീടാണ്. അതിനെ 9 ഭാഗിക്കുകയാണ് നമ്മൾ. ഈക്വൽ ആയിട്ടുള്ള 9 ഭാഗങ്ങളായിട്ട് ഭാഗിച്ചു. ഇപ്പൊ കിഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കിഴക്ക് വശത്തുള്ള മുഴുവനും, നമ്മൾ സാധാരണ കിഴക്കെന്ന് പറയുമ്പോൾ കിഴക്ക് വശമുള്ള മുഴുവനും കിഴക്കെന്ന് പറയും. അങ്ങനെയല്ല, ആ മധ്യത്തിലുള്ള 1/3 മാത്രമേ കിഴക്കുള്ളൂ. ഈ ഒരു മധ്യത്തിലുള്ള 1/3 അതിന്റെ താഴോട്ട് വരുന്ന ആ ഒരു ചെറിയ ഒരു ചതുരം, അത് മുഴുവൻ കിഴക്കാണ്. അതുപോലെ താഴെ കാണുന്ന ആ ചതുരം മുഴുവൻ പടിഞ്ഞാറാണ്. വടക്കെന്ന് പറഞ്ഞാൽ ആ ഒരു വടക്ക് വശത്ത് കാണുന്ന ആ ഒരു ചതുരമാണ് വടക്ക്. അതിന് വെളിയിലുള്ള വടക്കല്ല. അത് സൗത്ത് എന്ന് പറഞ്ഞാൽ ആ തെക്ക് വശത്ത് കാണുന്ന ആ ചതുരം കംപ്ലീറ്റ് തെക്കാണ്. വടക്ക് കിഴക്കെന്ന് പറഞ്ഞാൽ ആ മൂല കാണുന്ന ആ ഒരു ചതുരം കംപ്ലീറ്റ് വടക്ക് കിഴക്കാണ്. അതുപോലെ തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്, അപ്പോൾ ആ ഒരു ചതുരം. പിന്നെ സെന്റർ എന്ന് പറഞ്ഞാണ് ബ്രഹ്മസ്ഥാനം. നമ്മൾ പറയും ഏറ്റവും സെന്ററാണ് ബ്രഹ്മസ്ഥാനം. അപ്പോൾ അത് ആ ഒരു നടുക്ക് കാണുന്ന ചതുരം ബ്രഹ്മസ്ഥാനമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പൊ നോക്കുക, ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആരോ മുകളിൽ കണ്ടല്ലോ, ആ ഒരു അത്രയും ഭാഗമാണ് ഈസ്റ്റ്. അതും അതിന്റെ താഴോട്ട് കാണുമ്പോൾ അത്രയും ഭാഗമേ ഈസ്റ്റ് ഉണ്ട്. അതിന്റെ ആ ഈസ്റ്റ് ആരോയുടെ വടക്കുവശവും തെക്കുവശവും ഒന്നും ഈസ്റ്റ് അല്ല. ഈ തെക്കുവശത്തെ അല്ല കിഴക്കുവശത്തെ ആകെ നീളത്തെ 3 ഭാഗിച്ചാൽ മധ്യഭാഗത്തുള്ള 1/3 മാത്രമേ ഈസ്റ്റ് എന്ന് പറയാൻ ഒക്കുള്ളൂ. അതുപോലെ സൗത്ത് വെസ്റ്റ് നോക്കും. വെസ്റ്റ് ആ നടുക്കലത്തെ ഭാഗം മാത്രമാണ് വെസ്റ്റ്. നോർത്ത് എന്ന് പറഞ്ഞാൽ നടുക്കലത്തെ ഭാഗം, സൗത്ത് എന്ന് പറഞ്ഞാൽ നടുക്കലത്തെ ഭാഗം. ഇതാണ് ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. ഇനി മൂലകൾ, നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ നോക്കുക, അവിടെ ആരോ വന്നു, രണ്ടാമത്തെ ആരോ വന്നു. ഈ രണ്ടും കൂടെ ഇത്രയും സ്ഥലവും നോർത്ത് ഈസ്റ്റ് ആണ്. ആ സ്ഥലം ഇത്രയും. അപ്പോൾ മറ്റേ നോക്കുമ്പോൾ ഏതാണ്ട് ഇരട്ടിയോളം വരും. അപ്പോൾ അതാണ് മൂലകൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇത്രയും സ്ഥലവും നോർത്ത് ഈസ്റ്റ് ആണ്. അതുപോലെ സൗത്ത് ഈസ്റ്റ് നോക്കുക, ഈ ഭാഗം ഇത്രയും സൗത്ത് ഈസ്റ്റ് ആണ്. അതുപോലെ സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ രണ്ട് ആരോടെ വരുന്ന അത്രയും ഭാഗവും സൗത്ത് വെസ്റ്റ് ആണ്. അതുപോലെ നോർത്ത് വെസ്റ്റ്, ഈ ഭാഗം ഇത്രയും നോർത്ത് വെസ്റ്റ് ആണ്. ഇനി ഇപ്പൊ നോക്കുക, ഇവിടെ ഒരു നീല നിറത്തിലൊരു ഇത് വന്നു. ഇപ്പൊ അവിടെ ആ ഒരു വീടാണിത്, അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ടെന്നിരിക്കട്ടെ. നമ്മൾ പറയും അത് വടക്ക് കിഴക്ക് മൂലയിലല്ല മാറ്റിയാ ചെയ്തേക്കുന്നതെന്നൊക്കെ പറയും. പക്ഷെ ഇത് വടക്ക് കിഴക്ക് തന്നെയാണ്. കാരണം വടക്ക് കിഴക്ക് എന്ന് പറയുന്ന ആ ഒരു മൂല മാത്രമല്ല, ആ ഒരു ചതുരം കംപ്ലീറ്റ് നോർത്ത് ഈസ്റ്റ് ആണ്. അപ്പൊ അതിനകത്ത് എന്ത് വന്നാലും നോർത്ത് ഈസ്റ്റ് ആണ്. ഇപ്പൊ ഒരു പൂജാമുറി വടക്ക് കിഴക്ക് നല്ലതാണ്. അപ്പൊ ഇത്രയും ഭാഗത്ത് എവിടെ പൂജാമുറി വന്നാലും ആ നോർത്ത് ഈസ്റ്റ് പൂജാമുറിയുടെ ഗുണം കിട്ടും. അത് ടോയ്ലറ്റ് ആണെങ്കിൽ ആ ടോയ്ലറ്റ് നോർത്ത് ഈസ്റ്റ് പാടില്ല, ഏറ്റവും ദോഷമാണ്. വടക്ക് കിഴക്ക് ടോയ്ലറ്റേ പാടില്ല. അപ്പൊ ഇപ്പൊ ഈ നീലവർത്തി കാണുന്ന ടോയ്ലറ്റ് ആണ്, അത് ഇപ്പം വടക്ക് കിഴക്ക് മൂലം എന്ന് പറയാൻ മാറിയാണെങ്കിലും ശരി, വടക്ക് കിഴക്ക് ടോയ്ലറ്റിന്റെ ആ ദോഷമെല്ലാം അതിനുണ്ടാവും. അപ്പൊ ഈ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ ഇതുപോലെ ആയിരിക്കും. ഇതുപോലെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഇനി എൻ്റെ സിലബസ് പക്ഷെ ഇപ്പൊ എഴുതിയെടുക്കാൻ സമയമില്ല. എന്നാലും തുടങ്ങിയ ബാക്കി നാളെ എഴുതാം. നമുക്ക് തുടങ്ങാം. ഒരു 10 മിനിറ്റോളം നമുക്ക് എഴുതാം. അല്ലെങ്കിൽ വേണ്ട, ഇന്നിപ്പോൾ എഴുതണ്ട. 3 പുസ്തകമുണ്ട്. പുസ്തകം ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സിലബസിൽ 3 പുസ്തകമുണ്ട്. സിലബസ് പ്രകാരം വോളിയം 1, വോളിയം 2, വോളിയം പുസ്തകം 1 എന്ന് പറഞ്ഞാൽ വോളിയം 1 ആണ്. അതിൽ ചാപ്റ്റർ 1, ആ ചാപ്റ്റർ 1 മാത്രം നിങ്ങൾക്ക് എഴുതിയെടുക്കാം. 1, 2 ചാപ്റ്റർ മാത്രം ഒന്ന് എഴുതിയെടുക്കുക. ബാക്കിയുള്ള അടുത്ത ക്ലാസ്സിൽ. കാരണം കംപ്ലീറ്റ് എഴുതിയെടുക്കാനുള്ള സമയം ഇപ്പം ഇല്ല. ആദ്യത്തെ അധ്യായത്തിന്റെ പേര് വാസ്തു നിമിത്തങ്ങളും മുഹൂർത്തങ്ങളും. ചാപ്റ്റർ ഹെഡിങ് ആണ്. അത് എഴുതിയിട്ട് ഒരു അണ്ടർലൈൻ ചെയ്യുക, അല്ലെങ്കിൽ എഴുതിക്കൊള്ളുക. വാസ്തു നിമിത്തങ്ങളും മുഹൂർത്തങ്ങളും. ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഒരു 2 ചാപ്റ്റർ മാത്രം ആയിട്ട് നിർത്തും. വാസ്തു നിമിത്തങ്ങളും മുഹൂർത്തങ്ങളും കുറച്ച് സ്പീഡിൽ എഴുതിക്കൊള്ളുക. എഴുതിയെന്ന് വിചാരിക്കുന്നു. താഴോട്ട് എഴുതിക്കൊള്ളുക. നിമിത്തം മുകളിൽ ഹെഡിങ് ആണ്. താഴെ നിമിത്തം, ശുഭനിമിത്തങ്ങൾ, അശുഭനിമിത്തങ്ങൾ. നിമിത്തം, ശുഭനിമിത്തങ്ങൾ, അശുഭനിമിത്തങ്ങൾ, വാസ്തു മുഹൂർത്തം. വാസ്തു മുഹൂർത്തം. വാസ്തുപുരുഷൻ നിദ്ര വിടുന്ന സമയം. വാസ്തുപുരുഷൻ നിദ്ര വിടുന്ന സമയം. ഇത്ര എഴുതി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും എഴുതി കഴിഞ്ഞില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയുക. ഓക്കെ. അപ്പോൾ അടുത്തത് തന്നെയാണ് ഗൃഹനിർമ്മാണത്തിന് സ്വീകാര്യമായ നക്ഷത്രങ്ങൾ. ഗൃഹനിർമ്മാണത്തിന് ഇതെല്ലാം അതിൻ്റെ താഴോട്ട് എഴുതുക. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ തന്നെയാണ്. ഗൃഹനിർമ്മാണത്തിന് സ്വീകാര്യമായ നക്ഷത്രങ്ങൾ. ഉത്തമ മാസങ്ങൾ, അതായത് ഗൃഹനിർമ്മാണത്തിന് ഉത്തമമായ മാസങ്ങൾ. ഉത്തമ വാരങ്ങൾ, ആഴ്ച, ഉത്തമമായ ആഴ്ചകൾ. ഗൃഹനിർമ്മാണത്തിന് ഉത്തമമായ ആഴ്ചകൾ. ഗൃഹപ്രവേശനത്തിന് ഉത്തമമായ നക്ഷത്രങ്ങൾ.
ഗൃഹപ്രവേശനത്തിന് ഉത്തമമായ നക്ഷത്രങ്ങൾ. ഉത്തമ മാസങ്ങൾ. അത് ഗൃഹപ്രവേശനത്തിന് ഉത്തമമായ മാസങ്ങൾ. ഉത്തമ വാരങ്ങൾ. ഇതെന്ന് വിചാരിക്കുന്നു. ശിലാസ്ഥാപനത്തിന് ഉത്തമമായ നക്ഷത്രങ്ങൾ. ശിലാസ്ഥാപനത്തിന് ഉത്തമമായ നക്ഷത്രങ്ങൾ. അടുത്ത ശിലാന്യാസം. ശിലാന്യാസം. ഉത്തരം, കട്ടിള എന്നിവ വയ്ക്കുന്നതിനുള്ള നക്ഷത്രം ആഴ്ച. ഉത്തരം, കട്ടിള എന്നിവ വയ്ക്കുന്നതിനുള്ള നക്ഷത്രം ആഴ്ച. കിണർ കുഴിക്കുന്നതിന് അതിന് നല്ല സമയം. ഗോശാല, തൊഴുത്ത്, ഔഷറ്റ്. അടുത്ത അപ്പൊ അധ്യായം 1 കഴിഞ്ഞു. എല്ലാവരും എഴുതി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും എഴുതി തീർന്നില്ലെങ്കിൽ പറയാം, അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഓക്കെ, എഴുതാനുണ്ട്. കേട്ടില്ല. ഒന്നുകൂടി ലാസ്റ്റ് ഒന്നുകൂടി എഴുതാനുണ്ട് സാർ, ഒരു മിനിറ്റ്. അപ്പൊ അത് എഴുതി കഴിഞ്ഞിട്ട് പറയാം. എഴുതാനുള്ള ആരെങ്കിലും ഒരാൾ എഴുതി തീരുമ്പോൾ പറയാം. സാർ, കിണർ കുഴിക്കുന്നതിന്റെ നക്ഷത്രമാണോ നോക്കുന്നത്? കിണർ കുഴിക്കുന്നതിനുള്ള സമയം, അതിൻ്റെതായിട്ട് ബന്ധപ്പെട്ട സമയങ്ങൾ. എഴുതി കഴിഞ്ഞാൽ ഗോശാലി അതിനായിട്ട് ബന്ധപ്പെട്ട ഗോശാല നിർമ്മിക്കാനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് കഴിഞ്ഞാൽ അതിനെ ഡീറ്റെയിൽ പറയാം. അത്രയും കഴിഞ്ഞല്ലോ. ആരെങ്കിലും കഴിയാതുണ്ടെങ്കിൽ പറയുക. ഓക്കെ. അടുത്ത അധ്യായം 2 വസുധാ ലക്ഷണം. അത് ഭൂമിയെ പറ്റിയ, വീടിന്റെ ആയിട്ടില്ല, അത് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. വസുധാ ലക്ഷണം ഭൂമിയുടെ ലക്ഷണം. ഉത്തമ ഭൂമി ലക്ഷണം. അധമ ഭൂമി ലക്ഷണം. ഭൂമിദോഷ പരിഹാരം. ഭൂമിദോഷ പരിഹാരം. വീധി ലക്ഷണങ്ങളും ഫലങ്ങളും. വീധി ലക്ഷണങ്ങളും ഫലങ്ങളും. വാസ്തുവിന്റെ അംഗഹീനത്വം. വാസ്തുവിന്റെ അംഗഹീനത്വം. ഭൂപരീക്ഷണം. ഭൂപരീക്ഷണം. ജാങ്കലം. ജാങ്കലം. അനൂപം. ജാങ്കലം, അനൂപം. സാധാരണം. ജാങ്കലം, അനൂപം, സാധാരണം. ഇതെന്ന് വിചാരിക്കുന്നു. ഗോമുഖി. ഗോമുഖി. ഇതെന്ന് വിചാരിക്കുന്നു. മാറ്റാൻ പോവാണ്. ആരും എഴുതി കഴിഞ്ഞില്ലെങ്കിൽ പറയാം, അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഓക്കെ. വ്യാഘ്രമുഖി. അതൊരു 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാവോ? ഞാനൊരു ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നു. 10 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചാൽ മതി. 10 മിനിറ്റ് ചെയ്യും. വ്യാഘ്രമുഖി. ഭൂമി ഗൃഹനിർമ്മാണത്തിന് തിരഞ്ഞെടുക്കുന്നതിന് മുൻപായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഭൂമി ഗൃഹനിർമ്മാണത്തിന് തിരഞ്ഞെടുക്കുന്നതിന് മുൻപായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
എഴുതിയിരിക്കുന്നു. ഗൃഹനിർമ്മാണത്തിന് അനുയോജ്യമല്ലാത്ത സ്ഥലങ്ങൾ. ഗൃഹനിർമ്മാണത്തിന് അനുയോജ്യമല്ലാത്ത സ്ഥലങ്ങൾ. അടുത്തത് മൂന്നാമത്തെ ചാപ്റ്റർ. ഇനി ഇപ്പൊ എഴുതുന്നില്ല, നമുക്ക് ഇപ്പൊ ഇതിന് 9:45. അപ്പോൾ അവിടെ ചാപ്റ്റർ 3 മുതൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പറയാം. അത് പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് വിൽ സ്റ്റാർട്ട് ദി ക്ലാസ്. ആദ്യം പോലുള്ള ക്ലാസ് നമ്മൾ എടുക്കാൻ തുടങ്ങും. ആസ് പെർ സിലബസ് നമ്മുടെ ക്ലാസ് അടുത്ത ക്ലാസ് തുടങ്ങും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം, ഇന്ന് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സാർ ഇപ്പൊ ഈ സിലബസ് പറഞ്ഞല്ലോ സാറേ, അത് സാറ് പറയുന്ന ഈ പുസ്തകത്തിലെല്ലാം ഉണ്ടല്ലോ, 1, 2, 3 പുസ്തകം സാർ തരുമെന്ന് പറഞ്ഞല്ലോ. അതെ, അതിലുള്ള കാര്യങ്ങളല്ലേ സാർ ഞങ്ങളെ കൊണ്ട് എഴുതിക്കുന്നത്? ഈ പുസ്തകത്തിൽ ആദ്യത്തെ ചാപ്റ്ററിന്റെ ഇതിനകത്ത് ഇത് കാണും. സിലബസ് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി, പുസ്തകം കിട്ടാതെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് പലരും ചോദിക്കുന്നത്. ആദ്യം പലരും ചോദിക്കാറുണ്ട് സിലബസ് എന്താണ്, എന്തൊക്കെ പഠിക്കും. അപ്പൊ അതുകൊണ്ട് അത് ആ ഒരു ഇത് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയാണ് ഈ സിലബസ് തന്നത്. ശരി സാർ. പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പുസ്തകത്തില് പക്ഷെ ഒന്നാമത്തെ പുസ്തകത്തിൽ വരുന്ന അതിലുള്ള സിലബസ് കംപ്ലീറ്റ് ഒന്നാമത്തെ പുസ്തകത്തിൽ കാണും. 3 പുസ്തകങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. വോളിയം 1, വോളിയം 2, വോളിയം 3. വോളിയം 2 അതിന്റെ ഇത് വോളിയം 2 ആദ്യം കാണും, മറ്റേ വോളിയം 3 കാണും. ഈ 3 വോളിയം കൂടെ ആകുമ്പോൾ നമ്മുടെ ഈ ഡിപ്ലോമ കോഴ്സിന്റെ സിലബസ് കംപ്ലീറ്റ് ആവും. ശരി സാർ. മറ്റെന്തെങ്കിലും സംശയം? ഈ കോഴ്സിന്റെ അഡ്മിനിസ്ട്രേഷനുമായിട്ടോ അല്ലെങ്കിൽ ഫീസുമായിട്ടോ അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ഡയറക്ടർ ശ്രീ TP ലാൽ പുള്ളി അദ്ദേഹം ചോദിക്കണം. പിന്നെ വിഷയവുമായിട്ട്, സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. സാറേ നമസ്കാരം, എൻ്റെ ജയപ്രാശ് ആണ്. ഞാൻ കഴിഞ്ഞ ബാച്ചിലെ സ്റ്റുഡന്റ് സാറേ. കഴിഞ്ഞ ബാച്ചിലെ സ്റ്റുഡന്റ് ആണ്, ജയപ്രാശ് ആണ്. സാർ എനിക്ക് കഴിഞ്ഞ ബാച്ചിൽ ഒരു ചെറിയ ഡൗട്ട് ഉണ്ട് സാറിനെ ചോദിക്കാനായിട്ട് അറ്റൻഡ് ചെയ്ത് ഞാൻ. ഈ നമ്മൾ ഈ ഇതിന്റെ ആയുസം നോക്കത്തില്ല സാറേ. അപ്പൊ ചുറ്റളവ് തന്നെ 8 കൊണ്ട് ഗുണിച്ച് 27 കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് ആയുസ് കിട്ടി. നമ്മുടെ പുസ്തകത്തിനകത്തുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. 8 കൊണ്ട് ഗുണിച്ച് 27 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ഹരണഫലമാണ് ആയുസ്. ശിഷ്ടം നക്ഷത്രമാണ്, ഹരണഫലം ആയുസാണ്. ചുറ്റളവ് എന്ന് പറഞ്ഞാലും പോരാ, ചുറ്റളവിനെ കോലങ്കുലമാക്കിയിട്ട് അതിന്റെ വേണം കാണാൻ. ചുറ്റളവിനെ കോലങ്കുലമാക്കിയിട്ട് കോലങ്കുലത്തിലുള്ള ചുറ്റളവിനെ 8 കൊണ്ട് ഗുണിച്ച് 27 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം നക്ഷത്രവും ഹരണഫലം ആയുസ്സുമാണ്. അല്ല, ഇതിപ്പോ ഞാനിപ്പോ ഈ പിന്നെ ചെയ്തതിൽ ഈ 77 കോൽ 16 അംഗത്തിന്റെ ഒരു പ്ലാനാണ് വരച്ചത്. അപ്പൊ അത് പ്രകാരം അത് ഉത്തമമാണ്. പക്ഷെ ഞാൻ ഹരിക്കുമ്പോ എനിക്കത് കിട്ടുന്നില്ല സാറേ. അതാണ് ഒരു ഡൗട്ട് വരുന്നത്. നമുക്കിപ്പോ ഈ ബാക്കിയുള്ളവർക്ക് ഒന്നുകിൽ പേഴ്സണലായിട്ട് തന്നെ വിളിച്ച് അത് സംസാരിക്കുക. കാരണം ഇപ്പൊ ബാക്കിയുള്ളവർക്ക് ഇത് പറഞ്ഞ ഇപ്പൊ ആ സ്റ്റേജ് എത്തിയില്ലല്ലോ. ഒന്നുകിൽ വെയിറ്റ് ചെയ്യുക. നമുക്ക് ഈ പിന്നെ ചുറ്റളവ് അതിലൊക്കെ കണ്ടുപിടിക്കുക, ഇതൊക്കെ നക്ഷത്രവും ആയുസ്സും ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് അത് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം. പേഴ്സണലായിട്ട് വിളിച്ചാലോ സാറേ? സാറിനെ വിളിച്ച് ഫോണിൽ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു തരാം. ഫോണിൽ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്, കാരണം ഫോണിൽ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും ശരിക്കും നമ്മൾ ചെയ്യുന്നതായിട്ട് വ്യത്യാസമുണ്ട്. കാരണം പ്രത്യേകിച്ച് കണക്കുകളൊക്കെ ഫോണിൽ കൂടി പറഞ്ഞാൽ അത്ര ക്ലിയർ ആയെന്ന് വരില്ല. അതുകൊണ്ട് നമ്പർ വരാമെന്നുണ്ടെങ്കിൽ നേരത്തെ അറിയിച്ചിട്ട് വരാമെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ശരി സാറേ. ഓക്കെ സാർ. ഓക്കെ, അറിയിച്ചിട്ട് വരണം, കാരണം ഞാൻ പലപ്പോഴും വീട്ടിൽ കണ്ടിട്ടാന്ന് വരും. ഓക്കെ, ഇനി മറ്റെന്തെങ്കിലും സംശയം? ഹലോ, വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ ക്ലാസ് നിർത്താൻ പോവാണ്. ഓക്കെ, ആർക്കും സംശയമൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പം പങ്കെടുത്തതിന് എല്ലാവർക്കും നന്ദി. അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കാണാം. അപ്പം ഓഫ് ചെയ്യാണ്.